بسم الله الرحمن الرحيم والحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. الآية. صدق الله العلي العظيم. ഈ വേദി നിയന്ത്രിക്കുന്ന നമ്മളെല്ലാവരുടെയും ആത്മീയ അവലംബമായ ആദരണീയ തങ്ങളവറുകളെ, അഭിവന്ദരായ ഗുരുസ്ഥാനീയരും പണ്ഡിതരുമായ സമദുസ്താദവറുകളെ, പ്രിയ സഹപാഠിയും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവുമായ ബഹുമാന്യരായ എം അബൂബക്കർ മൗലവി അവറുകളെ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, ദീർഘകാലമായി നമ്മുടെ ദർസിനെയും ഈ പള്ളിയെയും നിയന്ത്രിച്ചും നമുക്ക് നേതൃത്വം നൽകിയുമുള്ള ബഹുമാന്യരായ ഉസ്താദ് അബൂ സാലിഹ് മുസ്ലിയാർ അവറുകളെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സാധാരണയിൽ കവിഞ്ഞ് ശൈഖ് തങ്ങളവറുകളെ ആദരിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ മഹത്തായ ചില സംരംഭങ്ങൾക്കും കൂടി സാക്ഷിയായ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരുമുള്ളത്. പ്രസംഗങ്ങൾ കഴിഞ്ഞ് ഉറുദികൾ കേട്ട് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് മഹത്തുക്കളെ ആദരിച്ച് അവരുടെ പേരിൽ നൽകുന്ന സദഖകളും ഹദിയകളും നൽകി കൂട്ടുപാത്തിനെയും കഴിഞ്ഞ് പിരിഞ്ഞു പോകാറുള്ള നമുക്ക് 50 വർഷമായി ശൈഖ് തങ്ങളവറുകളെ ഓർത്തുകൊണ്ട് ഇവിടെ നടന്നു വരുന്ന, മഹാനരെ പ്രകീർത്തിച്ചുകൊണ്ട് വിരചിതമായ, മഹാനരെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന, മഹാനരിലേക്കും അവിടുത്തെ സിൽസിലയിലുള്ള മറ്റു മശായിഖുമാരിലേക്കും ഫാത്തിഹകൾ ഓതിക്കൊണ്ട് ദുആ ചെയ്യുന്ന മഹത്തായ ഖുതുബിയത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയ ആ മഹത്തായ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നതിൻ്റെ പേരിൽ ആ നിഅമത്തിൽ സന്തുഷ്ടരായി ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം നിങ്ങളുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളിൽ ചിലരെ പ്രത്യേകം നിങ്ങൾ ആദരിക്കുകയും 50 ആണ്ട് തികഞ്ഞതിൻ്റെ പേരിൽ പ്രത്യേകം നിങ്ങൾ സ്നേഹാദരവുകൾ കൊണ്ട് പൊതിയുകയും ചെയ്ത ഒരു മഹത്തായ സന്ദർഭം. 40 വർഷമാണ് ഈയുള്ളവൻ ഈ പരിപാടിയിൽ വർഷാന്തം സംബന്ധിക്കുന്നത്. അത്രയും വർഷകാലം തന്നെയാണ് ഖുതുബിയത്തുമായി വണ്ടൂരിലെ ശൈഖുനാവറുകളിൽ ഒരു കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. അത്രയും വർഷമാണ് വണ്ടൂരിൽ നിന്നുള്ള മശായിഖുമാർക്ക് ഇവിടെയുള്ളത്. 50 വർഷമായി നിങ്ങൾ ഈ ഖുതുബിയത്ത് നടത്തി വരുന്നു, ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട്. ഏതാണ്ടൊരു 10-9 വർഷക്കാലം വണ്ടൂരിലെ ഉസ്താദുമാരും മശായിഖുമാരും ഇല്ലാതെ നിങ്ങൾ നടത്തി വന്നതിൻ്റെ തുടർച്ചയായി 4 ദശാബ്ദക്കാലം നിങ്ങളുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചവരെന്ന നിലക്ക്, അതിൽ ഭാഗവാക്കായവരെന്ന നിലക്ക്, തുടർച്ചയായാലും അല്ലെങ്കിലും നിങ്ങൾ നൽകിയ ആദരവ് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ശൈഖ് തങ്ങളവരുടെ പേരിലുള്ള വലിയ ഉപഹാരമായി ഞങ്ങളതിൽ സന്തോഷിക്കുന്നു.
അള്ളാഹു നിങ്ങൾക്ക് അർഹമായ ജസാ നൽകുമാറാവട്ടെ. നമ്മയും നിങ്ങളെല്ലാവരെയും ശൈഖ് തങ്ങളുകളുടെ മുഹിബ്ബീങ്ങളിലും ഇഷ്ടക്കാരിലും പിരിശക്കാരിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ കേട്ടതുപോലെ ഇത്തരം മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന ചടങ്ങുകൾ കൊണ്ടും പരിപാടികൾ കൊണ്ടുമൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആ മഹത്തുക്കളെ അറിയലും മനസ്സിലാക്കലും, അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിയും അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അതനുസരിച്ചുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് അവരോടൊപ്പം പരലോകത്ത് അവരുടെ കൂട്ടത്തിൽ ചേരുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മഹത്തായ ലക്ഷ്യം. ഇതായിരിക്കുകയും വേണം. ഇതിൻ്റെ ഉപദേശങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്, ഇതിൻ്റെ വഴികളാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പറ്റി വർഷങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, പരിസര പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കും. ദശാബ്ദങ്ങളായി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് നിരന്തരം കേൾക്കുന്നവരാണ്. ഞാൻ ബന്ധപ്പെട്ട 40 വർഷത്തിനുള്ളിൽ ഇവിടെ വന്ന് സംസാരിക്കുന്ന ഏതാണ്ട് ദിവസങ്ങൾ ഇവിടെ വന്ന് വഅദ് പറഞ്ഞിരുന്ന ആ സമയങ്ങൾ കഴിച്ച് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പരിസരത്ത് എവിടെയെങ്കിലും, പരിസരമൊന്നും ആകണ്ട, ഒരു 19 കിലോമീറ്റർ 100 കിലോമീറ്ററൊക്കെ വിട്ടും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ ഓടി വന്ന് കേൾക്കാറുണ്ട്. മറ്റു വഅദുമാരുടെയും മുറുദിക്കാരുടെയും മുറുദികളും കേൾക്കാറുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും മുർസലിങ്ങളെയും കുറിച്ചുള്ള പാഠങ്ങളും ചിന്തകളും ഓർമ്മകളും അവരുടെ ചര്യകളുമൊക്കെയാണ്. ഇതൊക്കെ മനസ്സിലാക്കി അവരോടൊപ്പം ചേരുക, അവരുടെ പ്രീതി സമ്പാദിക്കുക, അവരുടെ ഇഷ്ടക്കാരായി മാറുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ മോഹമാണ്, നമ്മുടെ ആശയാണ്. അല്ലാഹു തആല ആ ആശ പൂർത്തീകരിക്കുമാറാവട്ടെ. അതിൽ നിരാശ നൽകാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ മഹത്തായ ഒരു അമലാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് അമൽ ചെയ്യുന്നവരുമായി ഏറ്റവും സ്നേഹമുണ്ടാവുക, ഇഷ്ടപ്പെടുക എന്നത്. നിങ്ങളിവിടെ കേട്ടല്ലോ മഹാനായ യാഖൂത്തുൽ അർശി റഹ്മഹുല്ലാഹു തങ്ങളവറുകളുടെ കഥ. പ്രാവുമായി ബന്ധപ്പെട്ട് മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു കഥ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു. ഈ യാഖൂത്തുൽ അർശി എന്നവർ അദ്ദേഹം ജനിക്കുന്ന അന്നു തന്നെ, അദ്ദേഹത്തിൻ്റെ ജനന ദിവസം അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഈജിപ്ത് രാഷ്ട്രത്തിലെ അലക്സാണ്ട്രിയ എന്ന നഗരത്തിൽ ഒരു മഹത്തായ വിരുന്നും ഒരു സമ്മാനവും ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ഭക്ഷണവും വിതരണം ചെയ്തുകൊണ്ട് മഹാനായ ഒരു വലിയ സാത്വികൻ, ഒരു സൂഫിവര്യൻ, ഒരു വിജ്ഞൻ, ഒരാത്മജ്ഞാനി അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ ഇന്നയാള് ഇന്നിടത്ത് ജനിച്ചിരിക്കുന്നു, യാഖൂത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, യാഖൂത്തുൽ അർശി എന്നയാൾ പിന്നീട് അറിയപ്പെടും എന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം ജനിച്ചതിൻ്റെ പേരിൽ നൽകപ്പെടുന്ന സദ്യയും സന്തോഷവും ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി എന്നവർ അലക്സാണ്ട്രിയയിൽ നൽകുകയുണ്ടായി. ആ അലക്സാണ്ട്രിയയിൽ അബുൽ അബ്ബാസുൽ മുർസി എന്ന മഹാനായ ഷെയ്ഖിൻ്റെ ഏതാണ്ട് ചാരയാണ് മഹാനായ ഷെയ്ഖ് യാഖൂത്തുൽ അർശി എന്നവർ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നത്. രണ്ടുപേരുടെയും മഹത്തായ പ്രദേശങ്ങൾ നമ്മളെ ഉമർ ഹാജി, ഇവിടുത്തെ സെക്രട്ടറി ഉമർ ഹാജി ഇപ്പോൾ അവിടെ പോയി വന്നതാണ്. അലക്സാണ്ട്രിയയിൽ പോയില്ലേ ഉമർ ഹാജി? ആ മഹാനവറുകൾ ഈ രണ്ട് മഹത്തുക്കളുടെയും പരിസരത്ത് പോയി വന്നതാണ്. അതിന് ചാരെ കാണാം പ്രവാചകരുടെ ആശിഖായ ആശിഖുർ റസൂൽ, മാദിഹുർ റസൂൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവറുകളുടെയും പള്ളിയും മഖ്ബറയും അന്ത്യവിശ്രമ കേന്ദ്രവും. ഈ അബുൽ അബ്ബാസുൽ മുർസി എന്നവരുടെ ശിഷ്യന്മാരാണ് ഇമാം ബൂസീരി തങ്ങളും യാഖൂത്തുൽ അർശി എന്നവരും. യാഖൂത്തുൽ അർശി എന്നവർ മഹാനായിട്ടുള്ളത് അബുൽ അബ്ബാസുൽ മുർസി എന്നവരെ സമീപിക്കുകയും അവിടുത്തെ ശിഷ്യരായി, അവിടുത്തെ ആത്മീയ ശിഷ്യരായി വളർത്തപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ അബുൽ അബ്ബാസുൽ മുർസിയുടെ ഷെയ്ഖും മുർഷിദും മാർഗദർശിയും ആരെന്നറിയുമോ? അതാണ് അശ്ശൈഖ് അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു.
അബുൽ ഹസൻ ഷാദിലി എന്നവരുടെ ശിഷ്യന്മാരാണ് മഹാന്മാരൊക്കെ. അലക്സാണ്ട്രിയയിൽ തന്നെയാണ് അബുൽ ഹസൻ ഷാദിലി എന്നവരും വന്നെത്തിയത്. പക്ഷേ സംഗതി വശാൽ അലക്സാണ്ട്രിയയിൽ നിന്ന് ധാരാളം ഹജ്ജിന് പോയിക്കൊണ്ടിരുന്ന മഹാൻ പല വർഷങ്ങളിൽ ഹജ്ജിന് പോകുന്നതിനിടയിൽ അവസാനത്തെ വർഷം ഹജ്ജിന് വേണ്ടിയിട്ട് മരുഭൂമിയിലൂടെ നീണ്ട യാത്ര ചെയ്യുകയാണ്, നടന്ന് സഞ്ചരിച്ചു കൊണ്ടുള്ള യാത്ര. ആ യാത്രക്കിടയിൽ മൊറോക്കോവിൽ ജനിച്ച ഷാദില എന്ന ഗ്രാമത്തിൽ ജനിച്ചിട്ടുള്ള മഹാനായ അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി അലി എന്നാണ് അവരുടെ മഹാനരുടെ പേര്. ആ മഹാൻ ബഹുമാനപ്പെട്ട അലക്സാണ്ട്രിയയിലെ തൻ്റെ വാസസ്ഥലത്തിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോൾ അയ്ദാബ് എന്ന സ്ഥലത്ത് വെച്ച് വഫാത്താവുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. ആ മഹാൻ പിൽക്കാലത്തറിയപ്പെട്ട 7-ാം നൂറ്റാണ്ടിലെ മഹത്തുക്കളായ ഔലിയാക്കന്മാരിൽ മഹാമേധാവിയും ആരിഫീങ്ങളും ആലിമീങ്ങളുമായിട്ടുള്ള വലിയ മഹത്തുക്കൾ തന്നെ ശിഷ്യന്മാരായിട്ടുള്ള ഒരു വലിയ മഹാനും 5 വലിയ മലക്കുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും തങ്ങളുടെ 4 റാഷിദീങ്ങളായ ഖുലഫായിൽ നിന്നും നേരിട്ട് ഇൽമും നൂറും വിളിച്ചുകൊണ്ടിരിക്കുന്ന, തർബിയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപരമസാത്വികരായ കുതുബായി വാഴ്ത്തപ്പെടുന്നവരാണ് അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവർകൾ പറഞ്ഞ 1-2 വാചകങ്ങളിലൂടെ പരിസരം വെച്ച്, സാഹചര്യം വെച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവർ പറയുകയാണ്, കൂടുതൽ വിവരങ്ങളും ഇൽമുകളൊന്നും ആവശ്യമില്ല. ആ ഇൽമുകളും വിവരങ്ങളും ഒന്നും നേരായ വഴിയിലേക്ക് നിന്നെ എത്തിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിലേക്കോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്കോ ത്വാഅത്ത് ചെയ്യുന്നതിലേക്കോ നിന്നെ വഴി നടത്തുന്നില്ലെങ്കിൽ അത്തരം ഇൽമുകളെല്ലാം നീ വലിച്ചെറി. അത്തരം ഇൽമുകൾ കൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിലേക്ക് വഴി നടത്താൻ പറ്റുന്ന ഇൽമു എത്രയുണ്ടോ അത്രത്തോളം മികവാണ്, അതംബിയാക്കന്മാരുടെ അനന്തര സ്വത്തുമാണ്. അതേസമയം അള്ളാഹുവിലേക്ക് വഴി നടത്തുന്നതിൽ നിന്ന് വല്ലതും തെറ്റിച്ച് കളയുന്നതാണെങ്കിൽ ആ ഇൽമുകൾ എത്രയുണ്ടായിട്ടും ഫലമില്ല. ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ നമുക്ക് അത്യാവശ്യം പോന്ന സ്വർഗത്തിൽ കിടക്കാൻ വേണ്ട വിശ്വാസം ശരിയാകുന്ന ഇൽമു മതി. അൽ ഇൽമു ബി വഹ്ദാനിയത്തില്ലാഹി തആല, അല്ലാഹു തആലാന്റെ ഏകത്വം കൊണ്ട് അറിഞ്ഞിട്ടുള്ള എല്ലാ മുസ്ലിമീങ്ങളും സമമായിരിക്കുന്ന ഒരു ഇൽമു, അല്ലാഹു ഏകനാണെന്ന് അംഗീകരിക്കുന്ന തൗഹീദ്, ആ തൗഹീദ് തന്നെ ഇൽമിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ മതി. അമലുകൾ ധാരാളം ഉണ്ടായിട്ട് ഫലമില്ല. അമലുകൾ ധാരാളം ഉള്ളതും നല്ല തഖ്വയോടുകൂടെ. നിങ്ങൾ കേട്ടല്ലോ, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള മനസ്സുകളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന അമലുകളും തഖ്വയുള്ള മനസ്സിന്റെ ആജ്ഞാനുവൃത്തിയായി അവയവങ്ങൾ പ്രവർത്തിക്കുന്ന അമലും മാത്രമേ അള്ളാഹുവെങ്കിൽ സ്വീകാര്യമാകൂ. അത്തരം അമലുകൾ നിന്റെ പക്കൽ ധാരാളമില്ലെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന ഇഖ്ലാസുള്ള അമലുകൾ നിന്റെ അടുക്കൽ ധാരാളമില്ലെങ്കിൽ, ഒരു അമല് നിന്റെ അടുക്കൽ ഉണ്ടായാൽ മതി. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബായ നബിയെയും ആ നബിയെ പിൻപറ്റി ജീവിച്ചിട്ടുള്ളതായ ആളുകളെയും ഇഷ്ടം വെക്കുക. ആ ഇഷ്ടം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് അമലായും നിനക്ക് മതിയാക്കാം. തൗഹീദിന്റെ ഇൽമായും അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഇൽമുള്ള ആളുകളെ ഒക്കെ ഇഷ്ടപ്പെടുകയും അത് ലോകത്തിന് വിതരണം ചെയ്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതുതന്നെ മതി നിനക്ക് രക്ഷപ്പെടാനുള്ള അമൽ. ഈ രക്ഷപ്പെടാനുള്ള ഈ 2 അമലുകളും നീ മുറുകെ പിടിച്ചോ എന്ന് മഹാനവർകൾ വിവരിച്ച ആ മഹത്തായ അമലിലാണ് നമ്മുടെ ആശ, നാം പ്രതീക്ഷ അർപ്പിക്കുന്നത്. തീർച്ചയായും നമ്മൾ സൗഭാഗ്യവാന്മാരാണ്. നമ്മൾ നമ്മുടെ മുൻകഴിഞ്ഞ ഒരുപാട് മഹത്തുക്കളെ കാലാതീതമായി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കാലാതീതമായി അവരെല്ലാവരും നമ്മെയും ഇഷ്ടപ്പെടുന്നു. മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ഏറ്റവും പ്രസിദ്ധമായ പിൻഗാമികളായ ഇമാമിങ്ങളെല്ലാം അതിന് വ്യാഖ്യാനം എഴുതുന്നതിന് വേണ്ടി മാത്രം സമയം ചെലവഴിച്ചിട്ടുള്ള, ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട ശാഫിഈ മദ്ഹബിലെ ഫത്വ നൽകപ്പെടുന്ന ഗ്രന്ഥമായ തുഹ്ഫയുടെയും നിഹായയുടെയും മുഗ്നിയയുടെയും ഒക്കെ യഥാർത്ഥത്തിലുള്ള മൗലിക ഗ്രന്ഥമായ അതിന്റെ മത്നായ മിൻഹാജ് എന്ന ഗ്രന്ഥം വളരെ ചെറിയ ഗ്രന്ഥമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ ഗ്രന്ഥമാണ്, കൊച്ചു ഗ്രന്ഥമാണ്. അത് മാത്രമായി എഴുതുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പേജുകളേ വരൂ. ആ മഹത്തായ ഗ്രന്ഥം അല്ലാഹു തആലാക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് പറഞ്ഞു,
ഈ കിതാബ് കൊണ്ട് എനിക്ക് ഉപകാരം കിട്ടണം, മറ്റു മുസ്ലിമീങ്ങളെല്ലാവർക്കും ഉപകാരം കിട്ടണം. അള്ളാഹുവിങ്കിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം വരിദ്വാനഹു, അള്ളാഹു തആലാന്റെ പൊരുത്തവും കിട്ടണം എനിക്ക് മാത്രം പോരാ. അന്നി, എനിക്ക് അള്ളാഹു തആലാന്റെ പൊരുത്തം വേണം, എന്നെ സംബന്ധിച്ച് അള്ളാഹു പൊരുത്തപ്പെടണം. വഅൻ അഹിബ്ബാഇ, എന്റെ പിരിശക്കാരെയും അള്ളാഹു പൊരുത്തപ്പെടണം. എന്റെ പിരുഷക്കാര് ചെയ്യുന്ന അമലുകളും അവരിൽ നിന്നുണ്ടാകുന്ന ഈമാനും അല്ലാഹു പൊരുത്തപ്പെടണം. അവർ ഈ കിതാബനുസരിച്ച് അമൽ ചെയ്യുന്നതും ഈ കിതാബ് കൊണ്ട് അമൽ ചെയ്യുന്നതും ഈ കിതാബിനെ പഠിച്ചും പഠിപ്പിച്ചും വഖഫ് ചെയ്തും ഓതുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ചെലവ് കൊടുത്തും മറ്റും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിനെ ഇഷ്ടം വെക്കുന്ന, എന്നെ ഇഷ്ടം വെക്കുന്ന എല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെടണമെന്നും ഞാൻ ഈ കിതാബ് രചിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നുവെന്ന് അല്ലാഹുവിന്റെ മുൻപിൽ തന്റെ ആവശ്യം, ഈ കിതാബ് കൊണ്ടുള്ള രചന കൊണ്ടുള്ള ആവശ്യം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ എന്റെ പിരിശക്കാർ എന്ന പ്രയോഗത്തെ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിവരിക്കുകയാണ്. എന്നെ പിരിശം വെക്കുന്നവരായ ആളുകൾ, ഞാൻ പിരിശം വെക്കുന്നവരായ ആളുകളും എന്റെ പിരിശക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശം ഞാൻ പിരിശം വെക്കുന്ന എന്റെ പിരിശത്തിനിരയായിട്ടുള്ള എന്റെ മഹബൂബുകൾ എന്ന് വായിക്കാം. എന്നെ പിരിശം വെക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്നതായ എന്റെ മുഹിബുകൾ എന്നും വായിക്കാം. ഇത് രണ്ടു വായിച്ചാലും എന്റെ മഹബൂബീങ്ങളും എന്റെ മുഹിബീങ്ങളും ഇന്നു മാത്രം ജീവിക്കുന്നവരല്ല, എന്റെ ശേഷം വരുന്നവർ മാത്രമല്ല, എന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ എന്നെ ഇഷ്ടം വെക്കുന്നവരുണ്ട്, ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്റെ പിറകിൽ വരുന്ന ആളുകളിലും എന്നെ ഇഷ്ടം വെക്കുന്നവരുണ്ട്, ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാലാതീതമാണ് അല്ലാഹുവിന്റെ പേരിലുള്ള സ്നേഹം. ഒരു കാലത്ത് ജീവിക്കുന്നവർ മാത്രം പരസ്പരം കൊണ്ട് നടക്കാവുന്നതല്ല അല്ലാഹുവിന്റെ പേരിലുള്ള സ്നേഹം. ഒരു സ്ഥാപനത്തിലോ ഒരു ദർസിലോ പഠിച്ചവർക്ക് മാത്രം പങ്കുവെക്കാനുള്ളതല്ല അല്ലാഹുവിലുള്ള സ്നേഹം. ഒരു പള്ളിയിൽ ഒരുമിച്ച് നിസ്കരിക്കുന്ന ജുമുഅക്ക് കൂടുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല അല്ലാഹുവിന്റെ സ്നേഹം. കാലാതീതമായി ഒരു കാലമില്ലാതെ ആളില്ലാതെ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കാൻ ആളുകൾക്ക് പറ്റും. സ്നേഹം അല്ലാഹുവിന്റെ പേരിലായിരിക്കണം. വറജുലാനി തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം ഇഷ്ടം വെച്ചിട്ടുള്ള രണ്ടാളുകൾ അവർ അർശിന്റെ കീഴിൽ നേരിട്ട് കൊടുക്കപ്പെടുന്നവരിൽ പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ ആകെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന് രണ്ടാളുകൾ എന്ന അർത്ഥത്തിലല്ല. പരസ്പര സ്നേഹം എന്നത് രണ്ടാൾ വേണമല്ല ചുരുങ്ങിയത്. അങ്ങനെ പരസ്പര സ്നേഹമുള്ളവരായിട്ടുള്ള ആളുകളെ അല്ലാഹു തആല അർശിന്റെ പ്രത്യേക തണൽ നൽകിക്കൊണ്ട് ആദരിക്കുമെന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത അർശിന്റെ കീഴെ മഹ്ശറിൽ വെച്ച് തന്നെ നിഴൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയതാണ് അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ. നിങ്ങളിവിടെ സംസാരിച്ചപ്പോൾ പ്രസംഗത്തിൽ കേട്ടില്ലേ, അർശിന്റെ താഴെ പ്രത്യേകം നൂറിന്റെ പ്രകാശത്തിന്റെ കുർസി സിംഹാസനം ഇട്ടുകൊണ്ട് അല്ലാഹു തആല ഇരുത്തുന്നവർ. അർശിന്റെ താഴെ എന്ന് മാത്രമല്ല, മഹ്ശറിന്റെ ഭൂമികയിൽ മസ്ജിദുൽ അഖ്സയുടെ ഓരത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മഹത്തായ മഖ്ബറയിൽ നിന്ന്, അവിടുത്തെ ആ പ്രത്യേക ഇടത്തിൽ നിന്ന്, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജറയിൽ നിന്ന്, ആ ഹുജറ ഷരീഫയിൽ നിന്ന് എഴുന്നേറ്റാൽ അല്ലാഹു തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുമ്പോൾ, മഹ്ശറിന്റെ ഭൂമികയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശാമിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രദേശത്താണ് തങ്ങളെ ഇരുത്തുന്നത്. ഉമ്മത്തുകളെ കാണാൻ, കഴിഞ്ഞുപോയ സമുദായങ്ങളെ കാണാൻ, തന്റെ സമുദായത്തിൽ വരാനിരിക്കുന്നവരെ കാണാൻ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിന്റെ തലേനാൾ പോലും സിയാറത്ത് ചെയ്യുമ്പോൾ, എന്നാൽ വഫാത്തിന്റെ അടുത്ത മുൻപേ നാളിൽ പോലും റസൂലുള്ള ബഖീഇൽ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സഹോദരന്മാരെ കാണാൻ കൊതിച്ചുപോയി, അവരെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സഹോദരന്മാർ, റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ ചോദിച്ചു, അലസ്നാ ഇഖ്വാനക, ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരല്ലയോ? നിങ്ങൾ ഞങ്ങളെ കണ്ടതല്ലയോ? ഞങ്ങൾ അങ്ങേ കണ്ടതല്ലയോ? പിന്നെ ആരെയാണ് അങ്ങ് ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളാ സഹോദരന്മാരല്ലയോ എന്ന് പറയുമ്പോൾ
പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ എൻ്റെ അസുഹാബാൻ, സഹവാസികളാണ്, എൻ്റെ കൂടെ സഹവസിച്ച സഹയാത്രികരാണ്. എൻ്റെ സ്നേഹിതന്മാരെന്നും സഹോദരങ്ങളെന്നും ഞാൻ വിളിച്ചവർ ഇന്നുവരെ വന്നിട്ടില്ല. അവർ എനിക്കു ശേഷം വരുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഞാൻ ഒന്ന് കണ്ടെങ്കിൽ എന്ന് മോഹിച്ചു പോയി, എനിക്കവരെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കണ്ടില്ലെങ്കിലും എന്റെ ഹൗദിങ്ങൽ അവരെ കാത്ത് ഞാനിരിക്കും. ഞാൻ നേരത്തെ ചെന്ന് അവർക്ക് വേണ്ടി വഴിയൊരുക്കും. അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മുൻ പോകുന്ന ആളാണ്, കാലേ കൂട്ടി ഒരുക്കാൻ പോകുന്ന ആളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ ആ പറഞ്ഞ വിധം അവിടത്തെ ഉമ്മത്തിൽ നിന്ന് വരാനിരിക്കുന്ന സഹോദരങ്ങളെ കാത്ത് തങ്ങളെല്ലായിടത്തും ഇരിക്കുകയാണ്. ഹൗദിങ്കലും തങ്ങളിരിക്കും, അക്കൂട്ടത്തിൽ മഹ്ശറിലും തങ്ങളിരിക്കും. ആ ഇരിക്കുന്ന സ്ഥലത്ത് തങ്ങൾക്ക് വേണ്ടി മഹ്ശറിന്റെ ഭൂമികയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന കസേരയ്ക്ക് ചുറ്റും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും പിരിശപ്പെട്ട ആളുകളെ അള്ളാഹു തആല ഇരുത്തുന്നുണ്ട്. പ്രകാശത്തിന്റെ കുർസിയിലാണ് അവർ ഇരുത്തപ്പെടുന്നത്. ആർക്കാണ് അവിടെ ഇരുത്തം കിട്ടുന്നത്? ആർക്കാണ് അവിടെ ഇടം നൽകുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ട അൽ മുതഹബ്ബൂന ഫില്ലാഹ്, അള്ളാഹുവിനെ ചൊല്ലി ഇഷ്ടപ്പെട്ട ആളുകൾ. അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതിന്റെ മാനദണ്ഡം അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്, അള്ളാഹുവിനെ ചേർത്തുള്ള ബന്ധമാണ്, മറ്റൊരു ബന്ധമല്ല. എൻ്റെ മകനാണെന്ന ഇഷ്ടമല്ല, എൻ്റെ കെട്ടിയോളാണെന്ന ഇഷ്ടമല്ല, എൻ്റെ കുട്ടികളുടെ വാപ്പയാണെന്ന ഇഷ്ടമല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകനാണെന്ന ഇഷ്ടമല്ല, എൻ്റെ കൂടെ കളിച്ചു വളർന്നവനാണെന്ന ഇഷ്ടമല്ല, എന്നെ സഹായിച്ചവനാണെന്ന ഇഷ്ടമല്ല, എനിക്ക് ഹദിയ നൽകിയവനാണെന്ന ഇഷ്ടമല്ല, എന്നെ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി സഹായിച്ചവനെന്ന ഇഷ്ടമല്ല, എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചവനെന്ന ഇഷ്ടമല്ല. അത്തരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ സ്വാർത്ഥപരമാണ്. എനിക്ക് കിട്ടിയത്, ഞാനുമായി ബന്ധപ്പെട്ടത് എന്ന സ്നേഹം തന്നോട് തന്നെയുള്ള സ്നേഹമാണ്. അല്ലേ? ചിന്തിച്ചു നോക്കൂ. എൻ്റെ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ കുട്ടിയെന്ന് ഞാൻ എൻ്റെ കുട്ടിയെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഭാര്യയെന്നോ എൻ്റെ ഭർത്താവെന്നോ കരുതി ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നെ ചൊല്ലിയുള്ള ഇഷ്ടമാണത്, ഞാനുമായുള്ള ബന്ധമാണ് അവിടെ ബന്ധം. ആ മധ്യമമാക്കിക്കൊണ്ടുള്ള സ്നേഹമാണത്. ആ സ്നേഹമല്ല തമ്പുരാൻ മൂലമുള്ള സ്നേഹം, അള്ളാഹു മൂലമുള്ള സ്നേഹം, അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം. ഇതാണ് കാലാതീതം. ഈ കാലാതീതമായ സ്നേഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ നേൽ വിരിച്ചു കൊടുക്കുന്ന ആളുകൾക്കുള്ളതും അള്ളാഹുവിന്റെ ഹബീബിനെ കുർസിയിലിരുത്തിക്കൊണ്ട് കൂടെ ഇരുത്തുന്ന, പ്രകാശത്തിന്റെ കുർസിയിലിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പ്രത്യേകം വച്ചിരിക്കുന്നതും അൽ മുതഹബ്ബൂന ഫില്ലാഹ്, അള്ളാഹുവിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നാണ്. തീർച്ചയായും നാം ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, മഹാനായ ഖുത്ബുൽ അഖ്താബ് എന്ന് വാഴ്ത്തപ്പെടുന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന ആ മഹാനരുടെ പേരിൽ അവർ വേർപെട്ട് വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 1000-1000 വർഷം പിന്നിട്ടിട്ടും നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് മഹാനോടുള്ള സ്നേഹമാണ്. നമ്മുടെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനോടുള്ള സ്നേഹമാണ്. നമ്മളവരെ കണ്ടിട്ടില്ല, അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടി എന്ന പേരിലും അല്ല, കിട്ടിക്കൂടാതല്ല. പക്ഷെ ആ പേരിലല്ല നമ്മൾ ഒത്തുകൂടുന്നത്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ഒരാളെന്ന നിലക്ക്, അള്ളാഹുവിന്റെ ഒരു വലി എന്ന നിലക്ക്, അള്ളാഹുവിന്റെ ഒരു ഇഷ്ടക്കാരൻ എന്ന നിലക്കുള്ള സ്നേഹമാണ് നമുക്കുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ തിരുദൂതർ, നമ്മുടെ യജമാനരായ തിരുദൂതർ, അള്ളാഹുവിന്റെ തിരുദൂതർ എന്ന നിലക്കുള്ള സ്നേഹമാണ് നമുക്കുള്ളത്. അവിടുത്തെ ഖലീഫമാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് തിരുദൂതരിൽ നിന്ന് ദീനിനെ ഈ ലോകത്തിന് സമ്മാനിച്ചവരും അതുവഴിക്ക് നമുക്ക് ഈ ശരീഅത്തിനെ സമ്മാനിക്കാൻ മാധ്യമമായിട്ടുള്ളവരും ഈ തിരുനബിയുടെ സുന്നത്തെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ഇട നൽകിയിട്ടുള്ളവരും എന്ന നിലക്കാണ്. ഇതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട സ്നേഹമാണ്, അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹമാണ്. ഈ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു മഹാസൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ.
ഇരുലോകത്തും നമുക്ക് ഉപകാരം നൽകുന്ന ഒരു വലിയ അമലായി നാം ആശിക്കേണ്ട സ്നേഹമാണിത്. പക്ഷേ ആ സ്നേഹത്തോടൊപ്പം കേവലം വൈകാരികമായ സ്നേഹത്തിൽ നിന്ന് നമുക്കെന്ത് കിട്ടുന്നു, നമുക്കെന്ത് രക്ഷപ്പെടാൻ പറ്റും എന്ന ആ വിധാനത്തിൽ നിന്ന് നമ്മൾ ഒരുപടി കൂടി ഉയർന്നുകൊണ്ട് ചിന്തിക്കണം. അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കണം. അവരറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, നമ്മൾ ഇടയ്ക്കിടക്ക് മാത്രം വല്ല വഅദുകളിലും കേൾക്കുന്ന ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ താബിഈങ്ങളിൽ അത്യുത്തമരെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തിയതുകൊണ്ട് സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഒരു വലിയാണ്. ശേഷമുള്ളവരെ നമ്മൾ ധാരാളം കേൾക്കുന്നു, ധാരാളം വാഴ്ത്തുന്നു. ശൈഖ് തങ്ങളവർകളെ വാഴ്ത്തുന്നത് പോലെ അവരെ കോടി നീളം അത്തീര ഉള്ളോവർ, ആകാശത്തിന്മേലും ഭൂമിക്കു താഴെയും അവരെ കൂടി നീളം അത്തീര ഉള്ളോവർ. ആകാശത്തിനു മേലെ ഏഴാകാശവും കടന്നുകൊണ്ട് ശൈഖ് തങ്ങളെ വാഴ്ത്തപ്പെടുന്നുണ്ട്. ഭൂമിക്കടിയിലും ശൈഖ് തങ്ങളെ വാഴ്ത്തപ്പെടുന്നുണ്ട് എന്നത് മഹാനർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു വലിയ മഹത്തായ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ ചിലർക്ക് അള്ളാഹു താര നൽകുന്ന സ്ഥാനം പോലെ ആ സ്ഥാനത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ എല്ലാ ഔലിയാക്കളിൽ വെച്ചും ഏറ്റവും സമുന്നതർ മഹാനരാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. മനസ്സിലാക്കിയാൽ നമുക്കത് ബോധ്യമാവുകയുമില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ അത് നമുക്ക് അറിയുകയുമില്ല. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണെന്ന് കിട്ടണമെങ്കിൽ സ്വാദിഖ് മസ്തൂഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വെളിപ്പെട്ട ഹുജ്ജത്ത് വേണം. നമുക്ക് പറയാൻ പറ്റുന്ന പ്രമാണം വേണം. ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അള്ളാഹുവിങ്കിൽ ഏറ്റവും ആരാണ് സ്ഥാനമുള്ളവരെന്നും കിട്ടൂ. നമ്മളിപ്പൊന്ന് സ്ഥാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ചിലപ്പോൾ കുറ്റക്കാരായി തീർന്നു പോകും. ഓരോരോ ആൾക്കാർക്കും അവന്റെ ഗുരുവാണ് മഹാഗുരു, ഓരോരോ ആൾക്കാർക്ക് അവന്റെ ഗുരുവാണ് ഖുതുബുസ്സമാൻ, ഓരോരോ ആൾക്കാർക്ക് അവന്റെ ഗുരുവാണ് റസൂലുള്ള. കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ആള് ഓരോരുത്തരെ അൽ ഫുലാൻ ഇബ്നു ഫുലാൻ എന്നും പറഞ്ഞ് നമ്മൾ ഓരോരുത്തരെ വാഴ്ത്തുമ്പോ ഏതെല്ലാം സ്ഥാനങ്ങളാണ് ഓരോരോ മാസികകൾ കനിഞ്ഞു നൽകുന്നത്, ഓരോ വഴലന്മാർ കനിഞ്ഞു നൽകുന്നത്. ഓരോ ഉറൂസിന് പോകുമ്പോൾ ഓരോ പ്രാസംഗ്യന്മാർ വാഴ്ത്തുന്നത് ആരെയൊക്കെ എന്തൊക്കെ വാഴ്ത്തല. ഇവിടുന്ന് കിട്ടിയതാണ് ഈ പദവി, ഇവിടുന്ന് കിട്ടുന്നതാണ് ഈ സ്ഥാനം, ഇവിടുന്ന് കിട്ടുന്നതാണ് ഈ തരത്തിൽ ഇന്ന ആളി സ്ഥാനം അർഹിക്കുന്നെന്ന്. മൊഞ്ച് കണ്ടിട്ടത് നൽകാൻ പറ്റുമോ? ചേല് കണ്ടിട്ടത് നൽകാൻ പറ്റുമോ? കറാമത്തുകൾ കണ്ടിട്ടത് നൽകാൻ പറ്റുമോ? ആളുകൾ അനുയായികൾ കൂടുതലുണ്ടെന്ന് കരുതി ഇത് നൽകാൻ പറ്റുമോ? ആർക്കും ഇത് നൽകാൻ അധികാരമില്ല. ഇത് സ്വാദിഖ് മസ്തൂഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചെങ്കിൽ മാത്രമേ പ്രമാണമാകൂ. തങ്ങളുടെ തിരുനാക്കിലൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ആ നിലക്ക് മാത്രമേ ഉറച്ചു പറയാൻ പറ്റൂ. ഒരു വലിയ നിന്ന സ്ഥാനമുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മളെ മനസ്സിൻ്റെ അകത്തുള്ള ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ അയാൾ കുത്തുബാണ്, അയാൾ മറ്റേതാണ്, അയാൾ ഔലിയാണ് എന്ന്. അപ്പോൾ കേട്ടല്ലോ ഇബ്നു സയ്യാദ് കുത്തുബാണെന്ന് പറയാൻ പറ്റില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവർ അദ്ദേഹത്തെ പറഞ്ഞത്, അല്ലാണ്ട് റസൂലേ ഇയാളെ ഞാനാണ് കൊല്ലട്ടെ എന്നാ. ഈ ചെറിയ കുട്ടിയെ, ചെറിയൊരു പൈതലിനെ ഞാനാണ് കൊന്നോട്ടേന്ന്. നിരപരാധനായി കുട്ടിയെ അത്ഭുതത്തിന്റെ പേരിൽ അള്ളാഹു കരിഞ്ഞേകിയവർ, അത്ഭുതത്തിന്റെ പേരിൽ കരിഞ്ഞാണോ നമുക്ക് തിരിയൂല. അപ്പം നമ്മളെ ഭാഷയിൽ അതൊരു കരിഞ്ഞേകിയ അത്ഭുത, നമ്മളെ ഭാഷ പറയണെന്നേ ഉള്ളൂ. അള്ളാഹു ഓശാരമായി നൽകല്ലേ ചെറിയൊരു കുട്ടിക്ക് നൽകുന്ന ഈ അത്ഭുതത്തിന്റെ പേരിൽ ആ കുട്ടിയെ കൊല്ലാൻ ആർക്കും പറ്റില്ലല്ലോ. ഉമർ എന്നവർ ചോദിക്കുമ്പോ, ഞാൻ ഈ കുട്ടിയെ തങ്ങൾ അനുവദിച്ചാലെങ്കിൽ കൊന്നേക്കാം, ഇവനാണ് അവസാനം വരാവുന്ന ദജ്ജാലെങ്കിലോ എന്ന ഭീതി കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവர்கள் വെച്ചത്. ആ ദജ്ജാലിനെ കൊണ്ട് ഈ സമുദായത്തിന്റെ പിൻതലമുറ ഗതിയിടണ്ട, അത് എന്റെ കൈക്കങ്ങ് നടന്നോട്ടെ അവന്റെ വധം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീനുമായുള്ള കാർക്കശ്യത്തിന്റെ പേരിലുള്ള മോഹം. ഈ ദീനിൽ ഫിത്നകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. അവസാനം ഈ ഭൂമുഖത്ത് വരുന്ന ഫിത്നയിൽ വലിയ ഫിത്ന ഉമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് കാവൽ തേടാതെ അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ നമസ്കാരം അവസാനിപ്പിച്ചിട്ടില്ല.
അവിടുത്തെ തഹിയ്യാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇത് കാവൽ തേടാതെ തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഞാൻ റസൂലുള്ളാഹിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തങ്ങളുടെ നിസ്കാരത്തിലൊക്കെ ഇത് തങ്ങൾ കാവൽ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മഹദി ആയിഷ റസൂലുള്ളാഹിനെ ശരിക്ക് നിരീക്ഷിച്ച നിരൂപകയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖിനെ പഠിച്ചു പറയുമ്പോൾ അത് ലോകത്തുള്ള സകല അമ്പിയാക്കന്മാരും അവരുടെ ഉമ്മത്തിനെ, ലോകത്തുള്ള സകല മുർസലീങ്ങളും അവരുടെ ഉമ്മത്തിനെ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് താക്കീത് നൽകാതെ കഴിഞ്ഞു പോയിട്ടില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ വിവരിക്കുന്ന എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് താക്കീത് നൽകുന്ന ഒരു വലിയ ഫിത്തനക്കാരനാകണമെങ്കിൽ എന്താ ഫിത്തന? അത് ഖബറിന്റെ അകത്ത് പോയിട്ടുള്ള ഫിത്തനയല്ല, ഈ ഭൂമിക്ക് മുകളിലുള്ള ഫിത്തനയാണ്. ഭൂമിക്ക് മുകളിൽ നമ്മൾ കൊല്ലണ ഫിത്തനെന്നാ വിചാരിച്ച് കൊന്നു കിട്ടിയാൽ എന്തോ ഒരു സുഖ. ദജ്ജാലിന്റെ കൈക്ക് കൊന്നു കിട്ടിയാൽ വലിയ സുഖമാണ്. ദജ്ജാൽ പോയാൽ അല്ലെങ്കിലും മരിക്കുമല്ലോ. ദജ്ജാലിന്റെ കൈക്ക് കൊന്നു കിട്ടിയാൽ നമ്മൾ സ്വർഗത്തിലായി നല്ല ആളുകളായി മാറും. ആ കൊല്ലുന്ന ഫിത്തനയല്ല ഫിത്തന. പിന്നെന്ത് ഫിത്തനയാ? നബിയാണെന്ന് വാദിക്കുമ്പം കൂടെ കൂടുന്ന ആളുകൾ, ഔലിയാണെന്ന് വാദിക്കുന്ന കാലത്ത് കൂടെ കൂടുന്ന ആളുകൾ, ശേഷം നബിയാണെന്ന് വാദിച്ചു വരുമ്പോ അതിന്റെ കൂടെ കൂടുന്ന ആളുകൾ, വാദിച്ച് 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 അവസാന ആളുകളെ കിട്ടിയിട്ട് ഒന്നാകെ കൂടുമ്പോ ഞാൻ അല്ലാഹുവാണ് എന്ന് വാദിക്കുന്ന ആളായിട്ട് മാറുന്നു മസീഹുദ് ദജ്ജാൽ. അപ്പൊ അതിന്റെ കൂടെ ആളുകൾ കൂടല്ലേ. എന്താ അങ്ങനെ വാദിക്കാൻ തെളിവ് എന്ന് ചോദിച്ചാലോ, എന്താ വേണ്ട തെളിവ് എന്ന് വെച്ചാൽ അതങ്ങ് തരും. നമ്മക്ക് എന്ത് തെളിവ് വേണമോ അത് തരും. ആകാശത്തിൽ നിന്ന് സൂര്യനെടുത്തു തരും. നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുണ്ട്, ചന്ദ്രനുമായി ബന്ധപ്പെട്ട് തെളിവുണ്ട്, താരങ്ങളുമായി ബന്ധപ്പെട്ട തെളിവിനപ്പുറം ഭൂമിയിലെ ഏത് വസ്തുക്കളുമായി ബന്ധപ്പെട്ട തെളിവുണ്ട്. നമ്മളെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മാനും പാപ്പാനും ഖബറിന്ന് ഹയാത്താക്കി നമ്മുടെ മുമ്പിൽ തരണമോ? തരും മസീഹുദ് ദജ്ജാൽ. കണ്ടാ നമ്മളെ സാധാരണക്കാര് ഇത് തെളിവാക്കി തന്നിട്ട് ഇത് ഞാൻ അള്ളയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിക്കണം അങ്ങനെയല്ലേ. മൊയ്സത്ത് എന്നൊക്കെ പറഞ്ഞ അസാധാരണ സംഭവം, മറ്റുള്ളവർ കുഴക്കിപ്പോകുന്ന വലിയ സംഭവം. ഈ സംഭവം നമ്മളെ മുമ്പിൽ വന്നിട്ടൊരു വാദം വാദിച്ചാൽ ആ വാദം സത്യമാണെന്നതിൻ്റെ തെളിവ് നമ്മൾ പഠിക്കുക. പക്ഷെ വാദം സത്യമാകാൻ സാധ്യത വേണം. സത്യമാകാൻ സാധ്യതയുള്ള വാദമാകുമ്പോഴേ അത് ആ വാദത്തിനുള്ള തെളിവാകൂ. ഞാൻ അള്ളയാണെന്ന് വാദിക്കുന്നത് സാധ്യതയുള്ള വാദമല്ല. ഒറ്റക്കണ്ണനായ ഒരു മനുഷ്യരൂപം എങ്ങനെയാണ് അള്ളാഹുവാകുന്നത്? രണ്ട് കണ്ണ് തികച്ചില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു കണ്ണ് തന്നെ ഒറ്റ കണ്ണ് മാത്രമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവാകുന്നത്? മനുഷ്യന്റെ രൂപം വന്നാൽ അള്ളാഹുവാണെന്ന് നമ്മൾ വിശ്വസിക്കുമോ? നമ്മൾ പലക്കുന്നേത് പഠിച്ചിട്ടുണ്ട്, രൂപമില്ലാത്തവനാണ് അള്ളാഹ്. മനുഷ്യന്റെ രൂപമായി നമ്മളടി കൂടെ നടക്കൂല അള്ളാഹ്. ആ അറിവ് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത് മതി. പോരെങ്കിൽ അള്ളാന്റെ റസൂല് വിവരം തന്നിട്ടുണ്ട്, ഉള്ള രണ്ട് കണ്ണിന്റെ അപ്പുറവും ഇപ്പുറവും നടുവില് കഫറ എന്ന് അദ്ദേഹത്തെ കണ്ണിനിടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കഫറ, ഇയാള് കാഫിറായിട്ടുണ്ട് എന്ന് അറബ് വായിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും, അറബ് അക്ഷരമാല തിരിയുന്ന മദ്രസയിൽ പഠിച്ച, ഒത്തുപള്ളിയിൽ പഠിച്ച ഏത് കുട്ടിക്കും വായിക്കാൻ കഴിയുന്ന വിധം കഫറ എന്ന അയാളുടെ രണ്ട് കണ്ണിനിടയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മായ്ക്കാൻ കഴിയൂല, കഴുകിക്കളയാൻ കഴിയൂല. അത് അച്ചടിച്ച പോലെ സിലുവക്കപ്പെട്ടിട്ടുണ്ട്. അയാളുടെ കണ്ണുകളുടെ ഇടയിൽ നിന്ന് മായ്ക്കാൻ കഴിയൂല. ഇയാളുടെ കൂടെ നമ്മൾ കൂടരുത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പക്ഷെ ഈ ദജ്ജാൽ അള്ളാന്റെ റസൂല് മനസ്സിൽ വെച്ച കാര്യം കൂടി പറയാൻ വേണ്ടി ദുഹ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. ദുഹാൻ എന്ന് പറഞ്ഞിട്ടില്ല. ദുഹാ എന്ന് പറയാൻ വേണ്ടി ദുഹ് എന്ന് പറയാൻ പാടും. എടാ അള്ളാഹുവിന്റെ ശത്രു, നിർത്ത്. ഇതിനപ്പുറം നിനക്ക് വിട്ടുകിടക്കാൻ കഴിയില്ല, അതിനപ്പുറം ഒഴിഞ്ഞു പൂർത്തിയാക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ദുഹ് എന്ന് പറഞ്ഞാൽ ഖാൻ എന്ന് പറയാൻ കഴിയില്ല. അയാൾക്ക് ഖാൻ കൂട്ടി പറയാൻ കഴിയില്ല. ദുഹാൻ എന്ന് പറയാൻ ഭാവിച്ച അയാളെ ദുഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് നീ നിന്ദനാണ്, പതിതനാണ്, ഇതിന്റെ അപ്പുറം നിനക്ക് വിട്ടുകിടക്കാൻ കഴിയില്ല, നിന്നെ അതിജയിക്കാൻ എനിക്ക് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചിട്ട് ഈ അത്ഭുതത്തെ അള്ളാഹുവിന്റെ റസൂല് അംഗീകരിക്കുകയാണ്. അതോടൊപ്പം അയാളെ കീഴ്പ്പെടുത്താനുള്ള പ്രവാചകത്വത്തിന്റെ ശേഷിയെ അള്ളാഹുവിന്റെ റസൂൽ ഈ ദൃക്സാക്ഷികൾക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അവരിലൂടെ നമ്മൾ ഈ ഉമ്മത്തിനും ബോധ്യപ്പെടുത്തുകയാണ്. അന്നേരമാണ് ഇവന്റെ ശർറങ്ങ് തടുക്കാൻ ഞാനൊന്ന് കൊന്നോട്ടെ എന്ന് ഉമറുൽ ഫാറൂഖ് എന്നവർ ചോദിക്കുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖിനോട് തങ്ങൾ എന്താ പറഞ്ഞത്?
ഫലൻ തുസല്ലത അലൈഹി വഇല്ലാ യകുൻഹു ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. നമ്മൾ നഹ്വിന്റെ കിതാബ് ഓതുമ്പോൾ പഠിപ്പിക്കുന്ന അറബിലെ ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഉദാഹരണങ്ങളിൽപ്പെട്ട ഒരു വാക്യമാണിത്. ഈ കുട്ടി ആ ദജ്ജാലാകുന്നെങ്കിൽ ഫലൻ തുസല്ലത അലൈഹി, ഈ ദജ്ജാലിനെ കൊല്ലാൻ നിനക്ക് അധികാരമില്ലല്ലോ. അതിനധികാരമുള്ള ആൾ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അല്ലേ? അങ്ങോര് വന്ന് കൊന്നുകൊള്ളും. വഇല്ലാ യകുൻഹു, ഈ കുട്ടി ദജ്ജാലല്ലെങ്കിൽ ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി, അത്ഭുതം ഈ കുട്ടിയുടെ വൈക്ക് വെളിപ്പെടുന്നതിന്റെ പേരിൽ നിനക്ക് എന്താണ് ഈ കുട്ടിയെ കൊന്നിട്ട് നേട്ടം? അതിനൊരു നേട്ടമൊന്നുമില്ലല്ലോ എന്ന് മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുമ്പോൾ അത്ഭുതം കണ്ടുകൊണ്ട് ചെറിയ കുട്ടിയാവുമ്പോഴാണ് റസൂലുള്ളാഹിന്റെ മനസ്സിൽ വെച്ച് ചോദിക്കുമ്പോൾ ഈ കുട്ടി റസൂലുള്ളാഹിന്റെ മനസ്സിൽ പറയുന്നത്. നാം മനസ്സിലുള്ളത് പറയാൻ ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ അറിയില്ലേ, തങ്ങൾ പോലും മനസ്സിൽ വെച്ചിട്ടുള്ളത് പറയാൻ കഴിയുന്ന മനുഷ്യന്മാർ അല്ലാഹു തആല പടച്ച മനുഷ്യന്മാരിൽ ഉണ്ടാകാം. അതുകൊണ്ട് അവർ പുണ്യാളന്മാരല്ല, ഔലിയാക്കളല്ല, ഒന്നുമല്ല. ആ വിധ അറിവുകൾ നമ്മൾ മനസ്സിലാക്കണം. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഔലിയാക്കളെയും നമുക്ക് തിരിയാൻ ഒരു മാനദണ്ഡമാക്കാൻ ഇത് പറ്റില്ല സഹോദരങ്ങളെ. നമ്മളുടെ രോഗം മാറ്റിയതോ, അനേകം രോഗികളെ സുഖപ്പെടുത്തിയതോ, ക്യാൻസർ രോഗം മാറ്റിയതോ, മറ്റേതെങ്കിലും രോഗം മാറ്റിയതോ, ഷുഗറും പഞ്ചസാരയും പ്രഷറും മാറ്റിയതോ വെച്ചുകൊണ്ട് അള്ളാന്റെ ഔലിയാണെന്ന് തന്നെ തീരുമാനിക്കാൻ കഴിയില്ല. എന്നിട്ടല്ല അതിൻ്റെ അപ്പുറം അള്ളാന്റെ ഔലിയാന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് ഒരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ. പുറമേ നമുക്ക് വിശ്വസിക്കാൻ ബാഹ്യമായിട്ടെങ്കിലും പറ്റുന്നത് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വാസികളാണോ മുത്തഖികളാണോ, അത് നോക്കിയാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് മനസ്സിലാക്കാം. നമുക്ക് ലാഹിറിൽ മനസ്സിലാക്കാം, എന്നാലും ഉറപ്പില്ല. നമ്മൾ മൂമിനീങ്ങളാന്ന് പുറത്തു നോക്കിയല്ലേ പറയുള്ളൂ, മുത്തഖീങ്ങളാന്ന് പുറം ജീവിതം കണ്ടല്ലേ പറയുള്ളൂ. ഈ പുറം ജീവിതത്തിലെ മുത്തഖീങ്ങളായി തോന്നുന്ന ആളുകൾ ഉള്ളിന്റെ ഉള്ളിൽ കപടന്മാരാകാം, ഇഖ്ലാസ് ഇല്ലാത്തവരാകാം, മോശപ്പെട്ടതായ ഖൽബുള്ളവരാകാം. ഇതൊന്നും അള്ളാഹുവിന്റെ ഔലിയാക്കളാവുകയില്ല തന്നെ. അപ്പൊ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാം, എന്തിനാണത്? അള്ളാഹിന്റെ ഔലിയാക്കന്മാരാ ഇഷ്ടക്കാരാന്ന് എഴുതി ദ്വാരിപ്പിച്ചാൻ ചെല്ലണ്ടേ? മാതൃകക്കാരായി അവരെ അനുകരിച്ചുകൊണ്ട് ജീവിക്കണ്ടേ? അവർക്ക് വല്ല ഹദിയായി നൽകണമെങ്കിൽ അതിനൊരാൾ വേണ്ടേ? ഇതിനൊക്കെ നമുക്ക് ബാഹ്യമായി അടയാളം കണ്ടുകൊണ്ട് നല്ല ജീവിതം മനസ്സിലാക്കുന്ന ആളുകളെ കാണാം. ഇതിനപ്പുറം പറ്റില്ല. ഞാൻ ഉദ്ധരിച്ചുകൊണ്ടിരുന്ന മഹാനായ ഖൂത്തുൽ അർശിയുടെ ഗുരു, മഹാനായ അബുൽ അബ്ബാസ് അൽ മുർസിയുടെ മഹാഗുരു ശാദിലി ശൈഖ് മഹാനായ അബുൽ ഹസൻ ശാദിലി മഹാനവറുകൾ വിവരിക്കുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ രണ്ടു തരത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് സ്വാലിഹീങ്ങൾ, ഒന്ന് സിദ്ദീഖുകൾ. രണ്ടു വിഭാഗം. പലതരത്തിൽ തട്ടിതിരിക്കുമല്ലേ നമ്മൾ. കുത്തുബ്, ഗൗസ്, അബ്ദാല്, അഖ്താബ്, ഔത്താദ് എന്നൊക്കെ പറയലോ. അതൊക്കെ ഒരു തസ്തികയാണ്. ഒരു കൂട്ടം ഔലിയാക്കന്മാർക്കുള്ള അള്ളാഹു ഈ ദുന്യാവിൽ ഭരിക്കാൻ വേണ്ടി നൽകുന്ന തസ്തിക, റിജാലുൽ ഗൈബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടർക്കുള്ള തസ്തിക. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ബന്ധത്തെ അള്ളാഹു തആല വിവരിക്കുന്നത് വെച്ചിട്ട് ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. നേരത്തെ നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടല്ലോ, ഖൗബാൻ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ റസൂലുള്ളാഹിനെ കാണാതെ വിഷമിക്കുന്ന, തങ്ങളെ കാണാതെ വീട്ടിലിരിക്കുമ്പോൾ പോലും തങ്ങളെ കാണാതിരിക്കുന്നതിൽ അസഹ്യതയുള്ള മഹാൻ. തങ്ങളെ കാണാതെ ഇനി എങ്ങനെ പരലോകത്ത് കഴിയും? സ്വർഗത്തിലായാലും തങ്ങൾ തങ്ങളുടെ ലോകത്തല്ലേ, തങ്ങളുടെ പദവിയിൽ നമ്മൾ എത്തുകയില്ലല്ലോ. തങ്ങളെ കാണാത്ത സ്വർഗം എന്തിനാണെന്ന് ചിന്തിച്ച ഖൗബാൻ റളിയല്ലാഹു അൻഹു ഉരുകി 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 ഇല്ലാതായി മെലിഞ്ഞുകൊണ്ടിരുന്നപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയി സങ്കടം പറഞ്ഞപ്പോ അള്ളാഹു പരിഹാരമായി ഇറക്കി കൊടുത്ത ആയത്താണ് വമൻ റസൂല വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അല്ലാഹുവും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, പരമാവധി അല്ലാഹുവും റസൂലും പറഞ്ഞതറിഞ്ഞുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം,
അള്ളാഹുവിന്റെ ദീനിയായ നിഅമത്ത് ലഭിച്ചിട്ടുള്ള ആളുകളോടൊപ്പം അവർക്ക് വസിക്കാം. ആരാണവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇവിടെ അല്ലാഹു തആല വിവരിച്ചത് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായിട്ടുള്ളവരുടെ തട്ടാണ്. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ ഇഷ്ടക്കാരായിട്ടുള്ളവരുടെ ഏറ്റവും വിശാലമായ തട്ട് തിരിച്ചതുള്ളൂ. ഇനി പല അർത്ഥത്തിൽ പല കർമ്മങ്ങൾ വിവരിച്ചുകൊണ്ട് പലതും അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മുഹിബ്ബീൻ, മുഹ്സിനീൻ, മുതീഈൻ, മഹ്ബൂബീൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ ആയത്തുകളിലും ഹദീസുകളിലും കാണാം. തട്ടുതിരിച്ചുകൊണ്ട് ഇവരെ വിശേഷിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ ആയത്താണ് സുദ്ദീഖീൻ, ശുഹദാ, സ്വാലിഹീൻ. നബിമാരെ മാറ്റി നിർത്തിയാൽ 3 തരക്കാർ. ഇവരിൽ ശുഹദാ എന്ന് പറഞ്ഞാൽ ആരും സംശയിക്കേണ്ട, അതിൽ വേറെ ആർക്കും ചെന്നുകൂടാനും കഴിയില്ല. അത് അള്ളാഹു നൽകുന്ന ഒരു മഹത്തായ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഫീ സബീലിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആളുകൾ, അതിന്റെ വ്യവസ്ഥ പ്രകാരം രക്തസാക്ഷിത്വം കിട്ടിയാൽ ആ ശുഹദാ ആണ്. വശുഹദാ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മയോഗികളാണ്. ആനത്തമ്മാടികൾക്കും ഇത് കിട്ടാം, ആനത്തമ്മാടികൾക്കും ഇത് കിട്ടാം. നമ്മൾ വിചാരിക്കാന്ന് കിട്ടൂല എന്നാ. ഇപ്പൊ അവിടെ വലിയൊരു പോരാട്ടം നടക്കുന്ന വെച്ചു. അങ്ങനെ ഉണ്ടാവാലോ, ഉണ്ടായിക്കൂടാതൊന്നുമില്ല. നമ്മളെ പള്ളി ഒരു കൂട്ടര് കത്തിക്കാൻ വരുന്നു, അങ്ങനെ വരാലോ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയൊക്കെ ഒരുപാട് ശുഹദാക്കൾ ഞങ്ങളെ മലപ്പുറത്തൊക്കെ ഉണ്ട്. മലപ്പുറം ശുഹദാവ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ? അതൊക്കെ അങ്ങനെ വന്നവരാണ്. അത്തരം ഒരു സാഹചര്യം വന്നാൽ ഷഹീദുമാരാകാം. ആ ഷഹീദുമാരിൽ മൂല്യന്മാരും തങ്ങന്മാരും ആയിക്കോണമെന്നില്ല. ചേക്കു റളിയല്ലാഹു അൻഹു, പോക്കു റളിയല്ലാഹു അൻഹു എന്ന് പറയണേ. നമ്മൾ റളിയല്ലാഹു അൻഹു ചേക്കും പോക്കും ഒക്കെ വരാ. ചേക്കു ഇറച്ചി കച്ചവടക്കാരനാകാം, അപ്പുറത്തുള്ള ആളാകാം, മദ്യപാനിയാകാം, എല്ലാവരുമാകാം. പക്ഷെ അവന്നിടയില്ല പണ്ഡിതന്മാർ പറയുന്ന ഇന്നാലിന്ന കാര്യം ഇതാ രണാകണത്തിൽ പോകേണ്ടി വരും, നമ്മളെ പള്ളി ഇവിടെ കാക്കേണ്ടി വരുമോ എന്ന് അറിയുമ്പോൾ കാക്കാൻ ചെന്നതാ. അങ്ങനെ ഒരു പോരാട്ടം ഉണ്ടായി. പള്ളി സംരക്ഷണത്തിന് വേണ്ടി, ദീനിനു വേണ്ടിയുള്ള ഒരു സംരക്ഷണമായിട്ടത് മാറിയാൽ അതൊരു പോരാട്ടം, യുദ്ധമായി മാറും. ഫീ സബീലിലെ യുദ്ധമായി മാറും. ഇവർ മുജാഹിദീങ്ങളായി മാറും. അതിൽ രക്തസാക്ഷിയായവൻ ഇന്നലെ വരെ മദ്യപാനിയാകാം, കള്ളുകുടിയനാവാം. ദാ ശുഹദാ, രക്തസാക്ഷിത്വം വഹിക്കുക. ഇതൊരു മഹത്തായ ഭാഗ്യമാണ്, ഓരോരുത്തർക്കും കിട്ടുന്ന ഭാഗ്യ. മഹാനായ ഹൈസമത്ത് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പറയാണ്, ഓരോരുത്തരും മോഹം ഇതിൽ ഓരോരുത്തർക്ക് കിട്ടുന്നതാണ്. അതിൽ വലിയ വലിയ മഹാന്മാരുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഹാബിയ ഹൈസമത്ത് എന്നവർ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ പറയുന്നു, അള്ളാഹിന്റെ റസൂലേ, ബദർ യുദ്ധത്തിന് പോകാൻ എനിക്ക് പറ്റിയില്ല. തങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ ഞാനോ മകനോ പോകേണ്ടത് എന്ന് ചർച്ചയായി. ഞങ്ങൾ 2 പേർക്കും കൂടി ഒന്നിച്ചു പോകാൻ വീട്ടിൽ നിന്ന് പറ്റില്ല, കുടുംബത്തിൽ നിന്ന് പോകാൻ പറ്റില്ല. ഞാനും എൻ്റെ മകനും തർക്കിച്ചു. ഞാൻ പോകണമെന്ന് ഞാൻ, മകൻ പോകണമെന്ന് മകൻ സഅദാണ്, സഅദ് ഇബ്നു ഖൈസമ. സഅദ് എന്ന് പറയുന്ന ആള് പോകണമെന്ന് സഅദ്, ഞാൻ പോകണമെന്ന് ഞാനും. ഞങ്ങൾ 2 പേരും തർക്കിച്ചു. അവസാനം നറുക്ക് വരുന്നത് പോലെ ചെയ്യാന്ന് വെച്ചു. എൻ്റെ മകൻ സഅദിന് നറുക്ക് വീണു, മകൻ പോന്നു. അദ്ദേഹം ബദറിൽ ഷഹീദായി. അദ്ദേഹം ബദറിൽ ഷഹീദായ ആ ഷഹാദത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൈസമ എന്നൊരു വിവരിക്കുന്നു. ഇനി ആ ഷഹാദത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വല്ലാത്ത ഒരു നഷ്ടമായി എനിക്ക് ഭവിച്ചു. എൻ്റെ മകൻ പോയല്ലോ എന്ന നിലക്ക് ദുന്യാവിൽ. പക്ഷേ എൻ്റെ മകൻ അള്ളാഹു നൽകിയിട്ടുള്ള ശുഹദാക്കളുടെ സ്ഥാനം എനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്നതും ഉല്ലസിക്കുന്നതും ഞാൻ കാണുമാറായി. എനിക്കെൻ്റെ മകൻ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ മകൻ എന്നോട് പറയുന്നു, ബാപ്പാ നിങ്ങളും വരും എൻ്റെ കൂടെ. ശുഹദാക്കൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈ മഹത്തായ സ്ഥാനം കിട്ടുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വേണമെന്ന് ഞാൻ കൊതിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയില്ലാത്ത സ്വർഗം എന്തിനാ? അതുകൊണ്ട് എനിക്ക് ആ സ്വർഗത്തിലേക്ക് നിങ്ങളും കൂട്ടവരണം. നിങ്ങളും ഒന്ന് പോരി റസൂലുള്ളാഹിനോട് സമ്മതം ചോദിച്ചിട്ട് ഷഹീദായിക്കൊണ്ട് എന്ന് മകൻ പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ മകന്റെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നു നബിയെ. അതുകൊണ്ട് തങ്ങൾ എനിക്ക് സമ്മതം തരണം ഈ യുദ്ധത്തിന് പോരാനെന്ന്. രണ്ടാമത് അതുപോലെ ഒരു ചാൻസ് വന്നു. ഉഹദ് യുദ്ധത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് ഹൈസമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആവശ്യവും ആഗ്രഹവും അഭിലാഷവും അറിയിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് അദ്ദേഹം പറയുന്നത്, തങ്ങൾ എനിക്ക് ആശീർവാദം നൽകി ദുആർക്കണം, എനിക്ക് അള്ളാഹു ഷഹാദത്തു തന്നെ തരണം, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകണം.
കാരണം ബദറിൽ ഷഹീദായി സ്വർഗത്തിൽ പോയ എൻ്റെ മകന്റെ കൂടെ മകൻ എന്നെ വിളിക്കുന്നു, കൂടെ കൂടി എനിക്ക് സഞ്ചരിക്കണം. പരലോകം വന്നിട്ടല്ല, വിചാരണ കഴിഞ്ഞിട്ടല്ല. ശുഹദാക്കൾ ഇപ്പം തന്നെ സ്വർഗത്തിലാണല്ലോ. അവർ സ്വർഗത്തിലൂടെ ഉല്ലസിക്കുകയാണല്ലോ, നമുക്കിടയിലൂടെ പറന്നു വരികയാണല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പദവികൾ വിവരിക്കേണ്ട ഒരു സന്ദർഭം, മറുപക്ഷത്തിന്റെ എതിരാളികൾക്ക് മുമ്പാകെ തന്നെ കുറിച്ച് പറയേണ്ട, തന്നെ വിലയിടിച്ച് കാണിച്ചുകൊണ്ട്, തന്റെ സ്ഥാനം നിസ്സാരമാക്കിക്കൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, പവറുകൾ അവരുടേത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്റേതായ ദീനിയായ അള്ളാഹു നൽകിയ നിയമത്തുകൾ പറയേണ്ട ഒരു ഘട്ടം വന്നപ്പോ മഹാനവകൾ അവരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ ഈരടികളിൽപ്പെട്ട ഒന്ന മുഹമ്മദുനിൻ നബിയു അഖീ വസിഹരി وحمزة سيد الشهداء عمي وجعفر الذي يضحي ويمسي يطير مع الملائكة ابن أمي. മുഹമ്മദ് നബി എന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖീ വസിഹരി, എൻ്റെ സഹോദരനാണ്, എൻ്റെ പിതൃവ്യ എൻ്റെ പുത്രനായ സഹോദരനാണ്. മാത്രമല്ല എന്നെ സഹോദരനാക്കിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ദീനിയായി പ്രത്യേകം കുടുംബബന്ധം മുഹാജിരീങ്ങൾ സഹോദരം നൽകുമ്പോ, മക്കത്ത് ജീവിക്കുമ്പോഴും സഹോദരം നൽകിയപ്പോ അപ്പോഴൊക്കെ എൻ്റെ സഹോദരനായി വർത്തിച്ചവരാണവർ. വസിഹിരി, എൻ്റെ ഭാര്യയുടെ പിതാവെന്ന നിലയ്ക്ക് എൻ്റെ അമ്മോശനുമാണ് മുഹമ്മദ് മുസ്തഫ. വഹംസത്തു സയ്യിദു ശുഹദാഇ അമ്മി, ശുഹദാക്കളുടെ യജമാനരായ ഹംസ റളിയല്ലാഹു അൻഹു എൻ്റെ നേരെ പിതൃവ്യനാണ്, എൻ്റെ ബാപ്പാന്റെ അനുജ സഹോദരനാണ്. വജഅഫറുനില്ലദീ യുദ്ഹി വയുംസി യതീറു മഅൽ മലായികതി ഇബ്നു ഉമ്മി, എൻ്റെ ഉമ്മാന്റെ മോനാണ് ജഅഫർ. രാവിലെയും വൈകുന്നേരവും പ്രദോഷത്തിലും പ്രഭാതത്തിലുമെല്ലാം മലക്കുകളോടൊപ്പം പറന്നു പോകുന്നവരെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തിരുനാക്കിലൂടെ അറിയിക്കപ്പെട്ട ജഅഫറില്ലേ, മാനത്ത് പറക്കുന്ന ജഅഫറിനെ കണ്ടുകൊണ്ട് മലക്കുകളോടൊപ്പം പച്ചപ്പരവതാനിയിൽ പച്ചപ്പട്ടിലുള്ള നല്ല സുന്ദരമായ പറവുകളുടെ കൂട്ടത്തിൽ പറക്കുന്നത് നുബുവ്വത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി തങ്ങൾ അവർ കണ്ടുകൊണ്ട് വിവരിച്ച വിശേഷണമാണ് മഹാനായ അലിയാര് പറയുന്നത്. മലക്കുകളോടുകൂടെ പറന്നുകൊണ്ട് രാവും വൈകുന്നേരവും ഭേദമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അധികാരത്തിന്റെ കാര്യകർത്തൃത്വം അല്ലാഹു നൽകിയിട്ടുള്ള ശുഹദാക്കളിൽപ്പെട്ട ജഅഫർ ഇബ്നു ഉമ്മി, എൻ്റെ ഉമ്മ പെറ്റ സഹോദരനാണ്, എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കുമുള്ള ആളാണ്. എല്ലാം പറഞ്ഞ് സബഖ്തുകുമു ഇലൽ ഇസ്ലാമി തുറാ സ്വഗീറൻ മാ ബലഗ്തു അവാന ഹുൽമി, നിങ്ങളെല്ലാവരുടെയും മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങളൊന്നും അന്ന് ഇസ്ലാമിലില്ല, നിങ്ങളൊക്കെ മറുപക്ഷത്താണ്. ബദറിൽ നിങ്ങൾ മറുപക്ഷത്താണ്, ഉഹദിൽ നിങ്ങൾ മറുപക്ഷത്താണ്, ഖന്തക്കിൽ നിങ്ങൾ മറുപക്ഷത്താണ്, പോരാട്ടങ്ങളിൽ പലപ്പോഴും നിങ്ങൾ മറുപക്ഷത്താണ്. അന്നൊന്നും നിങ്ങൾ കേൾക്കാത്ത ഇസ്ലാം, എൻ്റെ കുട്ടിക്കാലത്ത് ഇസ്ലാമിൽ പ്രവേശിച്ചവനാ ഞാൻ. കുട്ടികളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചവർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് നമ്മൾ എല്ലാവരും ചൊല്ലിപ്പഠിച്ചിട്ടുണ്ട്. കുട്ടികളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചവർ അല്ല, ഈ സമുദായത്തിൽ നിന്ന് തന്നെ ആദ്യം വിശ്വസിച്ചവരാണ് അലി എന്ന് അഭിപ്രായപ്പെടുന്ന സ്വഹാബികളുണ്ട്. അത്ര വേഗം റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അതത്ര തന്നെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും എൻ്റെ പ്രായം തികയുന്നതിന് മുമ്പ് ഇസ്ലാം കൊണ്ട് അള്ളാഹു ആദരിച്ച ആളാണ് ഞാൻ. അന്നൊന്നും നിങ്ങൾ ഈ ഇസ്ലാമിലില്ല എന്ന് ഇസ്ലാമിന്റെ പേരിൽ തന്നെ കൊച്ചാക്കിയിട്ടുള്ള ആളുകൾക്ക് മറുപടി നൽകുമ്പോൾ പറഞ്ഞ ആ ജഅഫർ റളിയല്ലാഹു അൻഹു ശുഹദാക്കളുടെ പത്രാസായി വിവരിക്കുന്നത്. ആ ശുഹദാക്കളുടെ പത്രാസ് അള്ളാഹു നൽകുന്നവർക്ക് അവരുടെ കർമ്മദോഷം പ്രശ്നമല്ല, അവർ കർമ്മദോഷം കൊണ്ട് സ്ഥാനം കുറഞ്ഞവരല്ല. ശുഹദാ എന്ന പദവി കൊണ്ട് എല്ലാ ദോഷവും പൊറുക്കപ്പെട്ടിട്ട് പദവി കിട്ടുകയാണ്. ഇത് കർമ്മപരമായ ഇസ്ലാമിന് വേണ്ടി ജീവൻ അർപ്പിച്ചതിന്റെ പേരിൽ നൽകപ്പെടുന്ന ഒരു മഹത്തായ പദവിയാണ്. ഇതിനപ്പുറവും ഇപ്പുറവും അല്ലാഹു തആല വിവരിച്ചിട്ടുള്ളവരെയാ സയ്യിദ് അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തങ്ങളവർ വിവരിക്കുന്നത് സ്വാലിഹൂൻ സിദ്ദീഖൂൻ, രണ്ട് കൂട്ടരാ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ.
രണ്ടു ഗണമാക്കി നമ്മൾ അവരെ വിവരിക്കാം. സിദ്ദീഖുകൾ എന്ന് പറയുന്നത് മുർസലീങ്ങളുടെ അബ്ദാലുകളാണ്. അബ്ദാലുർ റുസുൽ മുർസലീങ്ങളുടെ അബ്ദാലുകളാണ്. സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ അബ്ദാലുകളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ, അമ്പിയാക്കന്മാർ എന്ന ഒരു കൂട്ടരുണ്ടല്ലോ. അള്ളാഹു തആല സവിശേഷത നൽകിയിട്ടുള്ള പ്രവാചകന്മാരിൽ, ആ പ്രവാചകന്മാരിൽ 1,24,000 പേരിൽ 500 പേര് തികയില്ല. 313 എന്ന് നമ്മൾ പഠിച്ചു വരുന്ന എണ്ണം മാത്രമുള്ള മുർസലീങ്ങൾ, ഹദീസിൽ വിവരിക്കപ്പെട്ട മുർസലീങ്ങളില്ലേ, ആ മുർസലീങ്ങളാണ് 1,24,000 നിന്ന് ആദരവുറ്റ മുർസലീങ്ങൾ, റസൂലുകൾ. ഈ മുർസലീങ്ങൾക്കുള്ള അതേ സ്ഥാനം, അവരുടെ പദവി ലഭിച്ചവരാണ് സിദ്ദീഖുകൾ. അവരുടെ പിന്മുറക്കാരാണ് സിദ്ദീഖുകൾ. 1,24,000 നിന്ന് ഈ മുർസലീങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവർക്കുള്ള പേര് അംബിയ എന്നാണ്. ആ അംബിയാന്റെ അബ്ദാലാണ് സ്വാലിഹീങ്ങൾ. എന്താണ് ഈ പറയുന്നതിനർത്ഥം? അള്ളാന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അമ്പിയാക്കന്മാരുടെ പ്രയോജനമുള്ളവരും പദവിയുള്ളവരും ഉണ്ട്. എന്താ അമ്പിയാക്കന്മാരുടെ പ്രയോജനം? അമ്പിയാക്കന്മാരിലേക്ക് അള്ളാന്റെ ദീനും ശരീഅത്തും പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയുക്തരായവരല്ല അവർ. അത് നിർബന്ധമായി അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. തെബിലീഗ് കൊണ്ട് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടവർ 1,24,000 നിന്ന് 313 മുർസലീങ്ങളേ ഉള്ളൂ. അല്ലേ നമ്മൾ നബിയും റസൂലും തമ്മിൽ വ്യത്യാസം പഠിക്കുക? പറഞ്ഞു വരുമ്പോൾ ഓരോന്നും പറയല്ല. 1,24,000 അമ്പിയാക്കന്മാരും അള്ളാന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരാന്ന് പറയും. ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരാകാം, ദീനിന്റെ പ്രബോധനം അവരിൽ നിന്ന് വന്നവരാകാം. പക്ഷെ ദീൻ പ്രബോധനം ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചിട്ടില്ല. നിർദ്ദേശിച്ചത് 313 ആൾക്കാരോടെ. വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റൂല. അള്ളാന്റെ അമ്പിയാക്കന്മാര് ഇഷ്ടം പോലെ നമുക്ക് എണ്ണാനും പറ്റൂല. പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ. അള്ളാന്റെ റസൂൽ ഹദീസിൽ വിവരിച്ച് തന്ന അനുസരിച്ചാണ് നമ്മുടെ 1,24,000 എന്ന് പറയുന്നത്. അമ്പിയാക്കന്മാരെയും മുർസലീങ്ങളെയും കൂടി കൂട്ടി എണ്ണം പറഞ്ഞിട്ടുള്ള ഹദീസ് സ്വഹീഹാണ്, സ്വീകാര്യമാണ്, വിശ്വസനീയമാണ്. അതനുസരിച്ച് നമ്മൾ അവരുടെ എണ്ണം വിശ്വസിക്കാമെന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ ആ ഹദീസുകളെ, ഇത് സംബന്ധമായി വന്ന ഹദീസുകളെ സവിസ്തരം നിരൂപിച്ചുകൊണ്ട് മഹാനവറുകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ 1,24,000 പേരിൽ നിന്ന് 313 ആള് മാത്രം മുർസലീങ്ങൾ. അതായത് അള്ളാന്റെ ശരീഅത്ത് തബ്ലീഗ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട, കൽപ്പിച്ചയക്കപ്പെട്ടവർ ആകെ 313 ആളാണ്. ബാക്കി അമ്പിയാക്കന്മാർക്ക് എന്താ ജോലി? അള്ളാഹു വഹീ നൽകുന്നവരാണവർ, അറിവ് നൽകുന്നവരാണവർ, അതനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുന്നവരാണവർ. ആ പരിശുദ്ധ ജീവിതം കൊണ്ട് അവരുടെ വെളിച്ചത്താൽ ലോകത്തിന് അനുഗ്രഹം കിട്ടുന്നു, അവരുടെ വെളിച്ചത്താൽ ലോകത്തിന് അറിവ് കിട്ടുന്നു. അവർക്ക് നൽകുന്ന വഹയുകളാൽ ലോകത്തിന് കിട്ടുന്ന വഹയുകൾ അവർ അറിയിച്ചു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. ദീനും ശരീഅത്തും അവർക്ക് തബ്ലീഗ് ചെയ്യാൻ നിർദ്ദേശമോ നിർബന്ധമോ ഇല്ല. അവർ തബ്ലീഗ് ചെയ്യാം, ഇഷ്ടപ്രകാരം പ്രബോധനം ചെയ്യാം, ദുഷ്ടപ്രകാരം പ്രബോധനം ചെയ്യുന്നതല്ലാതെ അവർക്ക് നിർബന്ധമാക്കി അല്ലാഹു തആല തബ്ലീഗിനെ അവരെ ഏൽപ്പിച്ചിട്ടില്ല. ഈ 1,24,000 പക്ഷേ വെളിച്ചമുണ്ട്. 100 കൊണ്ട് പടക്കപ്പെട്ടവരാണ് അവർ. പ്രകാശം കൊണ്ട് പ്രത്യേകം പടക്കപ്പെട്ടവർ. ആ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവർക്ക് വഹയുണ്ട്. വഹയിന്റെ വിവരം അവർ ലോകത്തിന് നൽകുന്നുണ്ട്. അതനുസരിച്ച് സംശുദ്ധമായി അവർ ജീവിക്കുന്നുണ്ട്. എന്താണ് അവരുടെ ജീവിതം കൊണ്ട് പ്രയോജനം? അതിന്റെ ബർക്കത്തുകൊണ്ട് അവർ ജീവിക്കുന്ന കാലത്തെ ജനങ്ങളെ അല്ലാഹു തആല ഭൂമിയിൽ സൗകര്യപൂർവ്വം ജീവിപ്പിക്കും. മഴ കിട്ടും, നാശം ഉണ്ടാവൂല, മോശം ഉണ്ടാവൂല. ഇതൊക്കെ ഇതല്ല എപ്പോഴും തരുന്ന. അങ്ങനെ തന്നെയാ അമ്പിയാക്കൾ നയിച്ചിട്ടുള്ളൂ. അമ്പിയാക്കൾ മുത്തുനബിയോടുകൂടെ അവസാനിപ്പിച്ചു. ഖാത്തമുൻ നബിയീൻ മുഹമ്മദ് മുസ്തഫ. ഖാത്തമുൻ നബിയീൻ കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കൾ ഇവിടെ അല്ലെങ്കിൽ മഴ കിട്ടൂല. അള്ളാഹുവിന് അങ്ങനെ ബാധ്യതയില്ല. അള്ളാഹിനെ ചിന്തിക്കാത്ത ലോകത്തിന് ഒരിക്കലും മഴ നൽകില്ല, ശത്രുക്കൾക്കെതിരിൽ സഹായം നൽകില്ല. ഇതൊക്കെ അല്ലാഹു തആല നൽകുന്നതും വജീനം സവിശേഷമായി നൽകുന്നതും ആകാശത്തിൽ നിന്ന് ബറക്കത്തിറക്കുന്നതും ഒക്കെ വളരെ കുറഞ്ഞ അള്ളാന്റെ അടുപ്പക്കാരായ ഔലിയാക്കൾ ഇവിടെ ഭൂമിയിൽ ഖിയാമം വരെ നിൽക്കും. ഖിയാമത്തിന്റെ അടുത്ത് വെറും അലവലാദികൾ മാത്രമായി, ശിറാറുൽ ഹൽഖ് മാത്രമായി, കുഫാറുകൾ മാത്രമായി പരിണമിക്കുമ്പോഴേ അല്ലാഹു തആലാന്റെ ഖിയാമ എന്ന് പറയുന്ന ആ മഹത്തായ സംഭവത്തിന്റെ ബഹുലതകളെല്ലാം, ഭീകരതകളെല്ലാം ഇവിടെ സംഭവിക്കുകയുള്ളൂ.
ഭൂമിക്ക് എടുക്കുക ബറക്കുക അതൊക്കെ ഒന്നാകെ വരണമെങ്കിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിൻ്റെ മുകളിലായിരിക്കണം. ഈമാൻ ഉണ്ടെങ്കിൽ ഒരു ലേശം വിലായത്തുണ്ട്. ആ വിലായത്തുള്ളവരില്ലെങ്കിൽ അല്ലാഹു തആല ഈ ഭൂമിയെ നശിപ്പിക്കുകയുള്ളൂവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഈ അമ്പിയാക്കന്മാരെ ലോകം നിലനിർത്തുന്നതിന് വേണ്ടി, വെളിച്ചം നൽകുന്നതിന് വേണ്ടി, മാർഗദർശികളായി ജീവിക്കുന്നതിന് വേണ്ടി ഏറ്റവും ശരിയായ ജീവിതം ഏത് എന്ന് നോക്കിപ്പിടിക്കണമെങ്കിൽ ഇതാ ഇവരുടെ ജീവിതം. നല്ല ജീവിതം എന്തെന്ന് നോക്കണമെങ്കിൽ ഇതാ ഇവരുടെ ജീവിതം എന്ന് പറയുന്നതിന് വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള, വഹി നൽകി ആദരിച്ചിട്ടുള്ള അമ്പിയാക്കന്മാരുടെ അബ്ദാലുകളായിക്കൊണ്ട് ജീവിക്കുന്ന ഔലിയാക്കന്മാർ ഈ ലോകത്തുണ്ട്. അവരാണ് സ്വാലിഹീങ്ങൾ. മറ്റൊരു കൂട്ടം ആളുകൾ മുർസലീങ്ങളുടെ പദവിയും മുർസലീങ്ങളുടേതായ രീതിയിലുള്ള ദൗത്യവും ഉള്ളവരാണ്. മുർസലീങ്ങൾക്ക് എന്താ ദൗത്യം? നമ്മൾ പറഞ്ഞ മാതിരി ശരീഅത്ത് തബ്ലീഗ് ചെയ്യുക, ജനങ്ങൾക്കത് പ്രബോധനം ചെയ്യുക. ഇതു തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിന്റെ ഇൽമിന്റെ പിൻഗാമികളാണ്. അവിടത്തോടൊപ്പം നുബുവ്വത്തിന്റെ ഇൽമിന്റെ അംശം അല്ലാഹു തആല ഓസാരമായി ധാരാളം നൽകിയിട്ടുള്ള വെളിച്ചമുള്ളവരാണ് സിദ്ദീഖുകൾ എന്ന ഔലിയാക്കന്മാർ. അവരുടെ ഏറ്റവും വലിയ നേതാവാണ് അസ്സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കുന്ന ഔലിയാക്കളുണ്ട്, ദീൻ പ്രബോധനം ചെയ്യുന്ന ഔലിയാക്കൾ. അവരിൽപ്പെട്ട ഒരാളായി നമുക്ക് മനസ്സിലാക്കാം മഹാനായ ഖുതുബുൽ ഖുതാബ് ശൈഖ് തങ്ങളവർകളെ. നമ്മൾ വാഴ്ത്തുന്ന ശൈഖ് ജീലാനി തങ്ങളവർകളെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. കാരണം എത്രായിരം ആളുകൾ ആ ദീനിലേക്ക് മഹാനുടെ പ്രബോധന നിമിത്തം, താലീം നിമിത്തം, ഇർശാദ് നിമിത്തം ദീനിലേക്ക് കടന്നു വന്നത്. എത്ര മജൂസികളാണ്, എത്ര ജൂതന്മാരാണ്, എത്ര ക്രിസ്ത്യാനികളാണ്, എത്ര യുക്തിവാദികളാണ് അള്ളാഹുവിന്റെ വെളിച്ചം മഹാനിലൂടെ നേടിയവർ. മഹാനുടെ കറാമത്തുകളും അത്ഭുതങ്ങളും വഴി, മഹാനുടെ ശിഷ്യസമ്പത്തിലൂടെയുള്ള അത്ഭുതങ്ങളും കറാമത്തുകളും വഴി എത്രയെത്ര രാജ്യങ്ങളിലാണ് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ഇവർക്കൊക്കെയും ഇസ്ലാം നൽകുന്ന രീതിയിൽ ഇന്നും നമ്മൾ അവരുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ആ ശരീഅത്തിന്റെ മേഖലയിലേക്കല്ലേ ആളുകളെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശൈഖ് തങ്ങൾ അവരുടെ അപദാനങ്ങൾ നമ്മൾ വാഴ്ത്തുന്നത് അതിനല്ലേ? അവരുടെ ജീവിതത്തിന്റെ പാത നമുക്ക് മനസ്സിലാക്കാൻ. ഞാനൻ വാശി ബാവാ കാൽവാശി എന്നോവർ, എല്ലാ നബിമാരും ഓരോ നബി വാശി. ഞാനൻ വാശി ബാവാ കാൽവാശി എന്നോവർ. ഓരോ നബിമാരും ഓരോ നബിമാരുടെ വഴിയാണ്. ഓരോ വലിമാരും, എല്ലാ വലിമാരും ഓരോ നബി വശി, ഓരോ നബിമാരുടെ വഴിയിലാ ഓരോരുത്തരും. ഞാനൻ വശി ബാവാ വശി എന്നോവർ. ഞാനൻ വഴി, എന്റെ വഴി. ബാവ എന്റെ പിതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാൽവാശി, കാൽവഴി എന്നോവർ, എന്റെ വഴി മുഹമ്മദ് മുസ്തഫ എന്ന പിതാവിന്റെ കാൽവഴിയാകുന്നു എന്ന് മഹാനായ ശൈഖ് തങ്ങൾ അവർ പറഞ്ഞ മൊഴി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഒരു പിൻഗാമിയാണ്. അതാണ് എന്റെ ദൗത്യം എന്ന മഹാനവർ പറഞ്ഞത്. ഇതിൽ വിശ്വാസമർപ്പിച്ച് അനുഭവങ്ങളിൽ വെളിച്ചം കണ്ട് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സിദ്ദീഖുകളുടെ പദവികളിലും ആ പറയപ്പെട്ട ഗണത്തിലുമാണ് മഹാനരായ ശൈഖ് തങ്ങൾ അവർകളെന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിൽപ്പെട്ടവരാണ് പ്രബോധന ദൗത്യത്തിൽ ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളായ, ആരിഫീങ്ങളായ, മഹത്തുക്കളായ ഉലമാക്കൾ. ഇവരാണ് സിദ്ദീഖുകൾ. സ്വാലിഹീനാന്ന് പറഞ്ഞാലോ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടത്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതല്ല. പടച്ചോന്റെ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഓസാരം കൊണ്ട് പറയുന്ന പദവി അല്ല സ്വാലിഹ് പറഞ്ഞാൽ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പടച്ചോന് ചെയ്യുന്നത് നോക്കിയിട്ട് നൽകേണ്ട പദവിയാണ് സ്വാലിഹ്. എന്താ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ? നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ അതിൻ്റെ അർത്ഥം. സ്വാലിഹ് നല്ല മനുഷ്യൻ. ആരെയാ നല്ല മനുഷ്യൻ എന്ന് പറയാ? നല്ല ചൊങ്കനാണോ, നല്ല ചിരിക്കണ ആളെന്നോ, നല്ല ഓശാരം ചെയ്യുന്ന ആളെന്നോ, നല്ല ദാനം ചെയ്യുന്ന ആളെന്നോ ആവൂല. അങ്ങനത്തെ ആളുകളൊക്കെ അവിശ്വാസികളിലില്ലേ, കാഫിര്യങ്ങളിലില്ലേ, അമുസ്ലിമീങ്ങളിലില്ലേ? ഈ ജീവിതം ഒന്നും കണ്ടിട്ട് സ്വാലിഹ് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ആരാ സ്വാലിഹ്? തന്റെ മേലിലുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റുന്നയാൾ ആണ് സ്വാലിഹ്. ഏതാ ബാധ്യത? ഒന്ന് പടച്ചോനായ ഉടമക്കാരന്റെ ബാധ്യത, നമ്മളെ യജമാനനായ അള്ളാഹുവിന്റെ ബാധ്യത. ഒന്ന് പടപ്പുകളുമായിട്ടുള്ള ബാധ്യത. പടപ്പുകളുമായിട്ടുള്ള ബാധ്യതയും പടച്ചോനായ യജമാനനുമായിട്ടുള്ള ബാധ്യതയും നിറവേറ്റി ജീവിക്കുന്ന ആൾക്കാണ് സ്വാലിഹ് എന്ന് പറയുക. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ജീവിക്കണതിനനുസരിച്ചിട്ട് ആ സ്വാലിഹ് എന്നറിയാം. ഇതിന് അല്ലാഹു തആലാന്റെ ഹിദായത്തിന്റെ നൂറ് കൽബിലേക്ക്, തൗഫീഖിന്റെ നൂറ് അല്ലാഹു തആല ഹൃദയത്തിൽ ഇട്ടുതരണം.
അവസാനം നമ്മൾ വിജയിക്കാൻ വേണ്ട ആ മഹത്തായ വെളിച്ചം തൗഫീഖ് അല്ലാഹു തആല നൽകണം. അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അത് ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിച്ച ഒരു മനുഷ്യന് മരിക്കാൻ കാലത്ത് അല്ലാഹു സമ്മാനിച്ചാലും മതി. അതാണ് തൗഫീഖിൻ്റെ അർത്ഥം. തൗഫീഖ് കാരണം എന്താണെന്നറിയോ? ഒരാൾ അവസാനത്തിൽ സ്വാലിഹായി ജീവിക്കാൻ അള്ളാൻ്റെ അടുക്കലെത്താൻ എന്താണോ പടച്ചോൻ നൽകുന്ന കനിഞ്ഞേകുന്ന ഗുപ്തമായ റഹ്മത്ത്, ഒളിഞ്ഞ റഹ്മത്ത്, ആ റഹ്മത്തിൻ്റെ പേരാണ് തൗഫീഖ്. ആ തൗഫീഖ് എന്ന് പറയുന്ന മഹത്തായ ആ തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾ ഈ തൗഫീഖ് കൊണ്ട് അവസാനത്തെ സെക്കൻഡിലെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായി മാറും. അങ്ങനെ ഇഷ്ടപ്പെടുന്ന തൗഫീഖ് കിട്ടിയ ആൾക്ക് ആ സമയത്തെങ്കിലും അള്ളാന്റെ ഹക്കുകളും ഇടിയങ്ങളുടെ ഹക്കുകളും നിറവേറ്റിയവരാകും. ഇല്ലെങ്കിൽ അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ. മഹാനായ നാം സംസാരിച്ചു കൊണ്ടിരുന്ന ഷെയ്ഖ് അബുൽ ഹസൻ ശാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ വിവരിക്കുന്നു, ഏതൊരു മനുഷ്യന്റെ തൻ്റെ അവയവങ്ങൾ കുറ്റമറ്റതായി തീരുന്നില്ലയോ, അവന്റെ നാക്ക് അള്ളാഹുവിന്റെ ദിക്റിന് വഴങ്ങുന്നില്ലയോ, അവന്റെ മനസ്സ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ചിന്തയിൽ കുരുങ്ങുന്നില്ലയോ, അവന്റെ അവയവങ്ങൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട വഴിയിലുള്ള കർമ്മങ്ങളിൽ നിരതമല്ലയോ, എങ്കിൽ അവന്റെ എന്തോ ഒന്ന് ബാധിച്ചിരിക്കുന്നുവെന്നും അവന്റെ പാപങ്ങൾ അവനെ കുരുക്കിയിരിക്കുന്നുവെന്നും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾക്ക് ഒന്നേ രക്ഷയുള്ളൂ, ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹ്. 3 കാര്യങ്ങൾ അവർ നിറവേറ്റണം. ഒന്നറിഞ്ഞ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാപ്പിരന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. പടച്ചോനെ പറ്റിപ്പോയി കഴിഞ്ഞ ജീവിതത്തിൽ എന്നവന്റെ മനസ്സിൽ തോന്നണം. ഇത് അവസാനത്തെ സെക്കൻഡുകളിലും തോന്നാം. മോശപ്പെട്ട പലതരത്തിലുള്ള ചിന്തകളും അഭിപ്രായങ്ങളും ലോകത്ത് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഇത് നമ്മൾ അറിയാതെ പോകാൻ വയ്യ. ഓരോരുത്തർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്നവനെ നല്ല മനുഷ്യന്മാരുള്ളൂ. അത് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടിയവരാ ഞങ്ങളെ നേതാക്കൾ, അത് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടിയവരാ ഞങ്ങളുടെ ഉസ്താദുമാർ. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന പ്രചാരണ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം സഹോദരൻ. തെറ്റായ സന്ദേശങ്ങൾ ലോകത്ത് നൽകുന്ന കാലത്ത് ആലിമീങ്ങളും അറിവുള്ളവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്തേണ്ടത് അനിവാര്യമാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ സൗഭാഗ്യം കിട്ടാത്ത ചില മനുഷ്യന്മാരുണ്ടാകും. അങ്ങനെ നമ്മൾ കാണാം. ഓലക്ക അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തവരാണ്, മോശമുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അത് ജനങ്ങളെ പഠിപ്പിക്കാനും പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. നമ്മൾ അള്ളാന്റെ റസൂലിനെ തന്നെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ എന്തും പറഞ്ഞ വഫാത്തായത്? അവിടെ ചിട്ടയെന്ന് വെച്ചിട്ടൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലോ വഫാത്തായത്. ആണോ? അള്ളാന്റെ റസൂൽ എന്തും ചൊല്ലിയിട്ടാ മൂല്യരെ വഫാത്തായത്? എന്ത് അത് നമസ്കാര വസിയത്ത് ചെയ്തതിന്റെ ഉപദേശം എന്തും പറഞ്ഞിട്ടാ വഫാത്തായിരുന്ന നമ്മളെല്ലായിടത്തും പഠിക്കണേ. എന്താ മൂല്യന്മാരെന്ന് പറഞ്ഞാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ണടച്ചു വന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ, മഹദി ആയിഷയോളം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ദൃക്സാക്ഷി വേറെ ആരുമില്ലല്ലോ. എന്റെ നെഞ്ചിന്റെ കുഴിയിലേക്ക് തലവെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായത്. അതെനിക്ക് കിട്ടിയ ഒരു മഹത്തായ സൗഭാഗ്യമാണ്, നിഅമത്താണെന്ന് പറഞ്ഞ ആയിഷ അവിടുത്തെ സൗഭാഗ്യമായ ആ മാറത്തെ കണച്ചുകൊണ്ട് മുത്തനബി വഫാത്താകുമ്പോൾ തങ്ങൾ പറഞ്ഞതോർത്തത് അർ-റഫീഖൽ അഅ്ലാ എന്നാണ്. അതുകൊണ്ട് നമ്മളും അങ്ങനെ ചൊല്ലി മരിക്കണമെന്നാ? അത് അപ്പോഴത്തെ ചോദ്യത്തിന് ജവാബാ അർ-റഫീഖൽ അഅ്ലാ. തങ്ങളെ എന്താ വേണ്ടത്? ദുനിയാവിൽ ജീവിക്കണോ അതല്ല അല്ലാഹു തആലാന്റെ ഉന്നതമായ കൂട്ടു വേണമോ? ഇതിന്റെ മുമ്പേ ചോദിക്കാൻ പോകുന്നുണ്ട്. അതിനു മുൻപത്തെ സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേത്തെ രാത്രിയിൽ അബൂ മുവൈഹിബ എന്ന് പറയുന്ന തന്റെ സ്വഹാബി വരനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ബഖീഇലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ബഖീഇൽ സിയാറത്ത് ചെയ്തു. ആ സിയാറത്ത് സുദീർഘമായി ദുആ ചെയ്തു. ബഖീഇൽ മറമാടപ്പെട്ട മുഅ്മിനീങ്ങൾക്കൊക്കെയും ദുആ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന് മുൻപ് ചെയ്തിട്ടുള്ള ഈ ലോകത്തോടുള്ള വേർപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള
യാത്ര പറച്ചിലിന്റെ രംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, തങ്ങൾ വിശ്വാസികളായിട്ടുള്ള മുൻഗാമികളായ ആളുകളെ മറമാടപ്പെട്ട ബഖയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഖബറാളികളെ സന്ദർശിക്കേണ്ടതില്ല, അവർക്ക് സലാം പറയേണ്ടതില്ല, അവർക്ക് ദുആ ചെയ്യാൻ അവരുടെ ഖബറിങ്കിൽ പോകേണ്ടതില്ല. അതിലൊന്നും ഒന്നുമില്ലെന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മളിപ്പം നല്ലവണ്ണം തിരിച്ചറിയണം. അല്ലാഹുവിന്റെ റസൂല് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവരെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. പോയിട്ട് റസൂലുള്ള ദുആ ചെയ്തിട്ട് നീട്ടി ദുആ ചെയ്ത് കൂടെ അബൂ മുവൈഹിബോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നത്, അബൂ മുവൈഹിബ, എനിക്ക് അല്ലാഹു തആല എനിക്കിഷ്ടം നൽകിയിരിക്കുന്നു രണ്ടു കാര്യങ്ങൾ. ഈ രണ്ടു കാര്യങ്ങളിൽ ഒന്ന്, എനിക്ക് മുന്തിയ ഒരാളായി രാജാധികാരത്തോടുകൂടെ ഈ ദുനിയാവ് ജീവിക്കുന്ന അവസാനം വരെ ഇവിടെ ജീവിക്കാം. എന്റെ സമുദായത്തിലുള്ള എല്ലാവരെയും കണ്ടുകൊണ്ട് ജീവിക്കാം, അവരെയൊക്കെയും നേർവഴിക്ക് നയിച്ചുകൊണ്ട് ജീവിക്കാം. എത്ര ഭാഗ്യവാന്മാരായിരുന്നു തങ്ങളത് തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ. നമുക്കൊക്കെ റസൂലുള്ളാഹിനെ കണ്ടുകൂടായിരുന്നോ? തങ്ങളുടെ വെളിച്ചം കിട്ടുമായിരുന്നില്ലേ? സ്വഹാബത്തിന്റെ പത്രാസ് കിട്ടുമായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ഏകലും തീരുമാനവും ഇതിനില്ല. അള്ളാഹിന്റെ റസൂല് പറയുന്നു, എനിക്കിങ്ങനെ അള്ളാഹു തആല ഖിയാർ നൽകി. മരിക്കും വരെ ജീവിക്കാം, ദുനിയാവ് നശിക്കും വരെ ജീവിക്കാം, എല്ലാവർക്കും ഇടയിൽ ജീവിക്കാം, അത് രാജാധികാരത്തോടുകൂടെ ജീവിക്കാം. വേണമോ? അതല്ല, എന്റെ അടുത്തേക്ക് വരണമോ? എന്തു വേണം എന്ന് എനിക്ക് ഖിയാർ നൽകിയിരിക്കുന്നു, എനിക്ക് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അബൂ മുഹൈബ് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ദുന്യാവ് നിലക്കൊള്ളുന്ന കാലം അത്രയും ജീവിക്കാമെന്ന് അള്ളാന്റെ റസൂൽ അങ്ങ് തെരഞ്ഞെടുത്തുകൂടായിരുന്നോ? അതല്ലേ തെരഞ്ഞെടുത്തത് എന്ന് ആവേശപൂർവം മഹാനായ അബൂ മുവൈഹിബ, ഒന്നുമില്ലല്ലോ. എന്നിട്ട് സ്വർഗത്തിലെ ഉന്നതമായ പദവിയും എന്ന് ആ കൂട്ടത്തിലുണ്ട്, സ്വർഗത്തിലെ ഉന്നതമായ പദവിയുമുണ്ട്. ആ കൂട്ടത്തിലുള്ള ഈ പദവികളെല്ലാം ഉള്ള ആ മഹാൻ ഈ പദവികളൊക്കെ നൽകി രാജാധികാരത്തോടുകൂടെ ജീവിക്കാമെന്ന് അബൂ മുവൈഹിബയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യം ഇതാ, ഇത് തെരഞ്ഞെടുത്തൂടെ എന്ന് അബൂ മുവൈഹിബ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാനതല്ല തെരഞ്ഞെടുത്തത്, ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് പോകുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ തെരഞ്ഞെടുത്തത് കൊണ്ട് ഉമ്മത്തിന് വരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് വേണ്ടി റസൂൽ ഒരിക്കൽ നോക്കിയാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ആ ഭാഗത്തേക്ക് പോവല്ല. ഇതും പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് ബഖീയിൽ നിന്ന് തിരിച്ചു പോരുമ്പോ അള്ളാഹുവിന്റെ റസൂല് ആയിഷാ ബീവിന്റെ അടുത്തെത്തിയിട്ട് ആയിഷാ ബീവിന്റെ അടുത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷാ ബീവി പറയാ, എന്റെ തലോ എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങള് വഅയ്ലൻ വഅന വറസാ വഅന അയ്ലൻ വറസാ, എനിക്കും എന്റെ തലോ എന്ന് റസൂലുള്ളാഹിക്ക് വേദന. ഇതാണ് റസൂലുള്ളാഹിന്റെ അവസാനത്തെ സുഖം. ഇത് അപ്പം തന്നെ ഖിയാർ നൽകിയതാ. അവസാനം വഫാത്തിന്റെ നേരത്തും അള്ളാന്റെ അമ്പിയാക്കന്മാർക്ക് ഇഷ്ടം ചോദിച്ചിട്ട് അവരോട് സമ്മതം ചോദിച്ചിട്ട് മലക്കുൽ മൗത്ത് അള്ളാന്റെ അമ്പിയാക്കന്മാരോട് റൂഹ് പിടിക്കും. ഇതൊക്കെ റസൂലുള്ളാഹി വെളിപ്പെടുത്തിയ. ഇതാണ് വഫാത്തിന്റെ നേരത്ത് അള്ളാന്റെ റസൂലിനോട് ചോദിച്ച ചോദ്യം. പോരണോ അതോ അവിടെ തന്നെ നിൽക്കണോ? ഇത് ചോദിക്കുമ്പോൾ തങ്ങൾ നൽകുന്നത് അർറഫീഖൽ അഅ്ലാ, ഏറ്റവും ഉന്നതമായ കൂട്ടാണ്, എനിക്കാവശ്യം, അതിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഇതും പറഞ്ഞല്ലേ അള്ളാഹുവിന്റെ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചോല് മാത്രമേ ഈമാൻ സലാമത്തായി മരിച്ചിട്ടുള്ളൂ, ഹുസ്നുൽ ഖാത്തിമ കിട്ടി. ഇതൊന്നും തെറ്റാണ് സഹോദരന്മാരെ. ഇങ്ങനെ നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല. അത് വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് നൽകി സഹായിക്കുമാറാവട്ടെ. നമുക്ക് കേൾക്കണോ ഒക്കെ പൂതിയല്ലേ, എന്ത് മഹത്വം കേട്ടാൽ ആർക്ക് പൂതി ആർക്ക് ദ്വാരക്കാം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഒരാളുടെ അവസാനത്തെ കലാമായാൽ അയാൾ ഏറ്റവും മുന്തിയ ഫായിസീങ്ങളോടൊപ്പം തന്നെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് ഈ ഹദീസിന്റെ ഒരു ചെറിയ അർത്ഥമാണ്. ഈ ഹദീസ് വഹാബിയൊക്കൊന്നും പറയാനും പാടില്ല, കാരണം ഹദീസ് വലിയ സ്വഹീഹൊന്നും അല്ലേ ഹദീസ്. ഇങ്ങനെ ഒരു ഹദീസിൽ വന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നത് വലിയ മഹത്വമുള്ള സംഗതിയാണ്, സൗഭാഗ്യമാണ്. ഇതാകാൻ വേണ്ടി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ മരണാസന്നനായ ആൾക്ക് സുന്നത്തുണ്ട്. ചൊല്ലിക്കൊടുക്കണില്ലെങ്കിലോ
ഇല്ലെങ്കിൽ മരിക്കൂലേ മൂമിനീങ്ങൾ? എല്ലാവർക്കും ചൊല്ലിക്കൊടുത്തിട്ട് അമ്പിയാക്കന്മാരൊക്കെ ഒപ്പാത്തായത്, ഔലിയാക്കന്മാരെല്ലാവരും അങ്ങനെ ഒപ്പാത്താകുക. എത്രയോ മഹാന്മാർ ഒറ്റക്ക് ഓരോ മരുഭൂമിയിൽ ഒപ്പാത്തായവരുണ്ട്. നമ്മളതൊക്കെ കേട്ടോ? ഇതൊന്നും നമ്മൾ ആലോചിക്കാൻ പാടില്ല. ചെല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും മൂമിനായി വഫാത്തായ ആളെ നമ്മൾ മൂമിനീങ്ങൾ എന്ന നിലക്ക് തന്നെ മുസ്ലിമായി മരിച്ച ആൾ എന്ന് മനസ്സിലാക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, നല്ലത് വിചാരിക്കണം. എല്ലാ മുസ്ലിമായി മരിക്കുന്നവരും നല്ലവരാണെന്ന് വിചാരിക്കണം. നമ്മൾ ഒറ്റക്കുട്ടിനെ മോശം വിചാരിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ? അങ്ങനെയാ വേണ്ടത്. അങ്ങനെയാ മുസ്ലിമീങ്ങൾ വേണ്ടത്. തെറ്റായ ചിന്തകൾ ഓരോരുത്തർക്ക് നൽകിയാൽ എന്താ ചെയ്യുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കുന്നവരുണ്ട്, സന്തോഷപൂർവ്വം ചൊല്ലുന്നവരുണ്ട്, കൈകൊട്ടി ചിരിച്ചു മരിക്കുന്നവരുണ്ട്, കരഞ്ഞുകൊണ്ട് മരിക്കുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ സന്ദേശം. ചിരിച്ചു മരിക്കാം, കരഞ്ഞു മരിക്കാം, ഓരോ ഓഫറുകളാ. അങ്ങനൊന്നും ചിന്തിക്കരുത്. ചിരിച്ചാലും വേണ്ടില്ല, കരഞ്ഞാലും വേണ്ടില്ല, മൂമിനായി മുസ്ലിമായി മരിക്കണം. അള്ളാഹു ആ വിധം നമ്മളെല്ലാവരെയും മരിപ്പിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങളായി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അതിനെ മൂമിനീങ്ങളായി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. ഇതാ ഏറ്റവും പ്രധാനം. അങ്ങനെ മരിച്ചാൽ അവർക്ക് ആ കൂട്ടത്തിൽ ചിലർക്ക് അള്ളാഹു താല നൽകുന്ന ചില വലിയ സൗഭാഗ്യങ്ങളുണ്ട്. കാല് നല്ലോണം നീട്ടിച്ചിട്ട് സുഖമായിട്ട് എല്ലാവരോടും സുഖം പറഞ്ഞ് ഞാൻ റാഹത്തിലാണ് പോട്ടോ, നിങ്ങളിങ്ങനെ ഇക്കാരട്ടോ എന്നൊക്കെ പറഞ്ഞു വയ്ക്കണമല്ലേ. ചിലർ അതിനൊന്നും ഇടയിട്ടാതെ ബൈക്കിൽ വെച്ചിട്ട് പെട്ടെന്ന് വയ്ക്കണമല്ലേ. നമ്മളാണ് പറയലേ, അയാൾ ഒന്നും പറയാൻ അവസരം കിട്ടിയില്ല, അങ്ങനെ അയാൾ മരിച്ചുപോയി, അതുകൊണ്ട് അയാൾ മോശമാണ്. എത്ര മനുഷ്യന്മാരെ വലിയ മോശം വിചാരിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ പാടില്ലതൊന്നും, തെറ്റാണത്. മുസ്ലിമീങ്ങളായ ആളുകളെ അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഒരാളെയും സൗഭാഗ്യകരമായ മരണം കണ്ടാൽ നമ്മൾ സന്തോഷിച്ച് പറയാം, പോലെ മഹത്വല്ലേ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിച്ചാൽ അത് നമുക്ക് വാഴ്ത്താം. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചോ, ഒരു സന്തോഷം തന്നെയല്ലേ. കെലിമയുടെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു ആ വിധത്തിലുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റായ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിലൊന്നും നമ്മൾ പെടരുത്. അത്തരത്തിലുള്ള മോശങ്ങൾ ലോകത്ത് പ്രചരിച്ചാൽ ഇനിയുള്ള കൗമ്, ചെറിയ പുതിയ തലമുറ ഇത് മാത്രം കേട്ട് വളരുന്നവരാ. ഓതുമില്ല, പഠിക്കൂല, പഠിച്ചാലോട്ട് മനസ്സിലാവൂല. ഇങ്ങനത്തെ കുറെ കൂട്ടരഞ്ഞു വരുന്ന തലമുറ, ഈ തലമുറകൾ ഈ കേട്ടത് മാത്രം വെച്ചിട്ട് പിന്നെ വഴുതോറിയും, പിന്നെ എല്ലായിടത്തും ഇത് എത്തും. ഇത് വളരെ മോശമാണ്. അത്തരത്തിലുള്ള മോശമായ പ്രചാരണങ്ങൾ കരുതിക്കൊണ്ട് തന്നെയാണ് അവസരം കിട്ടുന്നിടത്ത് ഇങ്ങനെ ചിലത് പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കണം, നമ്മുടെ ശൈഖ് തങ്ങളവറുകളുമായി ബന്ധപ്പെട്ട കഥന്റെ അടി കൂടെ ഇത് ആവശ്യമല്ല. എന്നാലും നമ്മൾ ആവശ്യമുള്ള ചിലത് പറയണമല്ലോ. അത്തരത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സിദ്ദീഖുകളായിട്ട് മുർസലീങ്ങളുടെ അബുദാലുകളായിട്ടുള്ളവരുണ്ട്, അമ്പിയാക്കന്മാരുടെ അബുദാലായിട്ടുള്ള. അമ്പിയാക്കന്മാർക്കുള്ള ദൗത്യം വെളിച്ചമുള്ളവരായി ലോകത്തെ നശിക്കാതെ കാത്തു നിർത്തുകയും നേരായ വഴി എന്താണോ നോക്കിയിട്ട് അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം. സ്വാലിഹ് എന്ന് പറഞ്ഞാലോ, ആ സ്വാലിഹ് നമ്മൾ അള്ളാഹുമായി പുലർത്തേണ്ട കടമകൾ, സൃഷ്ടികളുമായി പുലർത്തേണ്ട കടമകൾ യഥാവിധം നിർവഹിക്കുന്ന ആളാണ് സ്വാലിഹ്. ഇതുണ്ടാകുമ്പോ അള്ളാഹു നൽകുന്ന അള്ളാഹുവിന്റെ അടുപ്പമാണ് വിലായ. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിലായ അള്ളാഹു താലം കെട്ട് നൽകുന്ന. അതാ നമ്മൾ സുബൈക്ക് ദ്വാരക്കണം, വത്തവല്ലനീ ഫീമൻ തവല്ലൈത്. പടച്ചോനെ, നീ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന നിന്റെ ഔലിയാക്കളിൽ എന്നെ നീ പെടുത്തണേ, ആ കൂട്ടത്തിൽ പെടുത്തണേ. ഇത് പശ്ചാത്തപിച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ തെറ്റുകുറ്റങ്ങളിൽ ഒരാളായാൽ, മഹാനായ ശൈഖ് അബുൽ ഹസൻ ശാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉപദേശമാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൽബോ നാക്കോ അവയവങ്ങളോ അള്ളാഹുവിന് വഴങ്ങുന്ന തരത്തിലായിട്ടൊരാൾ മാറുന്നില്ലെങ്കിൽ അവന്റെ മോശപ്പെട്ട ദോഷത്തിന്റെ ഫലമാണെന്ന് അവൻ മനസ്സിലാക്കണം, അവൻ തിരുത്തണം. 3 കാര്യങ്ങളെ തിരുത്താൻ മാർഗമുള്ളൂ. ഒന്ന്, ഇല്ലല്ലദീന താബു, തൗബ വേണം. വ അസ്ലഹു, എന്നിട്ട് അവന്റെ അമലുകൾ സ്വലാഹിലാക്കണം, സ്വാലിഹാക്കണം, കടപ്പാടുകൾ നിർവഹിക്കണം. അള്ളാഹുമായിട്ടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം, പടപ്പുകളുമായി ബന്ധപ്പെട്ട കടപ്പാട് നിർവഹിക്കണം. മാതാപിതാക്കളോട് കടപ്പാടുണ്ട്, മക്കളോട് കടപ്പാടുണ്ട്, മുതിർന്നവരോട് കടപ്പാടുണ്ട്, സഹപാഠികളോട് കടപ്പാടുണ്ട്, ഉസ്താദുമാരോട് കടപ്പാടുണ്ട്, എല്ലാവരോടും കടപ്പാടുണ്ട്. കടപ്പാടില്ലാത്ത ഒരാളുമില്ല. ഈ കടപ്പാടുകൾ ഓർത്തുകൊണ്ട് നടക്കണം. നമ്മളൊരാൾ പള്ളിയിലാടെ കൂടിയാലും ഓൻ്റെ ദിക്റും ഔറാദായിട്ട് കൂടിയിട്ട് ഉമ്മാനും ബാപ്പാനും മക്കളും നോക്കണ കൂടി ഓൻ വലിയ ഔലിയാന്ന് അറിയാം. നോക്കിക്കൊണ്ട് നടക്കണമല്ലോ ഔലിയോട്ടല്ലേ. എവിടെയെങ്കിലും പോയിട്ട് വല്ല മലയും കയറി ഉമ്മാനും ബാപ്പാനൊക്കെ ഇവിടെ ഇട്ട് കുട്ടികളെ പോറ്റാതെ നോക്കാതെ നടക്കുന്ന ആളുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച ഔലിയാന്ന്. എന്താ അയാൾക്ക് പണി? അയാൾ ദിക്റില്ല, അല്ല എവിടെയെങ്കിലും പള്ളിൻ്റെ ഉള്ളിൽ കൂടിയേക്കുക. ഇതാ, ഇതിന് നമുക്ക് കൂടാൻ പറ്റില്ല. കടപ്പാടുകൾ നിർവഹിക്കുന്നവരാവില്ല. ആ സ്വലാഹിനങ്ങൾ നടപ്പാക്കുക. വഅതസമൂ ബില്ലാഹ്, അള്ളാനെ പിടിച്ച് ജീവിക്കുക.
അള്ളാഹുവിനെ പിടിച്ച് ജീവിക്കുക, അതായത് അള്ളാഹുവിന്റെ ദീൻ പിടിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ ഫഉലൈക മഅൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള 3 കാര്യങ്ങൾ നിർവഹിച്ച ആളുകൾ ഫഉലൈക മഅൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളോടൊപ്പം ചേർന്നേക്കാം. മഹാനായ ശൈഖ് അബുൽ ഹസൻ ശാദിലി തങ്ങളവറുകൾ പറയുന്നു, നീ നല്ലവണ്ണം ചിന്തിക്ക്. അല്ലാഹു തആല ഫൗലൈക മിനൽ മുഅ്മിനീൻ എന്നിവിടെ പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളിൽ പെട്ടവനാകും അവൻ എന്ന്. മുഅ്മിനീങ്ങളോടൊപ്പം ചേർന്നവനാകുന്ന, ഒപ്പം ചേരുക, ഇതന്നെ വലിയ മഹത്വ. ഒപ്പം ചേരുക, ഈ മഹത്തായ പദവിക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഫഉലൈക മഅൽ മുഅ്മിനീൻ, അവൻ മുഅ്മിനീങ്ങളുടെ ഒപ്പരം ചേർന്നവനാകും, കൂടെ ചേർന്നവനാകും. അവരിൽ പെട്ടവനല്ല. ഓലൊപ്പം പോയോ? നമ്മൾ എങ്ങനെയാ പറയാ? മൂലയുടെ ഒപ്പം പോയി, ഷെയ്ഖുനാന്റെ കൂടെ പോയി. ഷെയ്ഖുനാന്റെ ഒപ്പം പോയി എന്ന് പറയുന്നത് നമ്മൾ കൂടെ ഖാദിമായി പോയി, അനുഗാമിയായി പോയി എന്ന ആ പദവിയിൽ കൂടിയ കൂട്ടത്തിൽ അംഗമല്ല. ആണോ? അതില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ കൂടെ എന്ന് പറയാ. ആ അർത്ഥത്തിൽ മുഅ്മിനീങ്ങളോടൊപ്പമാകും. ആ ഒപ്പം കിട്ടാനാണ് നമ്മൾ ഈ അധ്വാനിക്കുന്നത്. അതിനാണ് നമ്മൾ തേടുന്നത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനാണ് നമ്മൾ മഹത്തുക്കളെ പഠിക്കുന്നത്, അതിനാണ് അവരുടെ കഥകൾ വിവരിക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് അനുഗമിച്ച് ജീവിക്കാനാണ് നമ്മൾ പാടുപെടുന്നത്, പാടുപെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാമേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനായി നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതായി നമ്മൾ മനസ്സിലാക്കി മഹത്തുക്കളോടുള്ള സ്നേഹവും മഹബത്തുമാണ് അവരെ അനുകരിക്കാൻ പോരുന്ന ഏറ്റവും നല്ല വികാരമായി, വിചാരമായി, പ്രചോദനമായി നമ്മുടെ മനസ്സിൽ മുട്ടിട്ട് വളരുക. അതിൽ നിന്നാണ് നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ റസൂലുള്ളാഹിനെ പിന്തുടരാൻ കഴിയില്ല. ശൈഖ് തങ്ങളെ സ്നേഹിക്കാതെ ശൈഖ് തങ്ങളെ പിന്തുടരാൻ കഴിയില്ല. താജുൽ ഉലമാ ശൈഖുന അവരെ സ്നേഹിക്കാതെ താജുൽ ഉലമായെ പിന്തുടരാൻ കഴിയില്ല. സ്നേഹം മുതൽക്കേ പിന്തുടർച്ച സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ പിന്തുടരാൻ, മുത്തുനബിയെ പിന്തുടരാൻ, ഔലിയാക്കളെ പിന്തുടരാൻ, താജുൽ ഉലമായെ പിന്തുടരാൻ, വലിയ ആരിഫീങ്ങളായ ഉലമാക്കളെ പിന്തുടരാൻ നമ്മൾ അവരെ അറിഞ്ഞു സ്നേഹിക്കണം, മനസ്സിലാക്കി സ്നേഹിക്കണം. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഈ സദസ്സുകളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ അത്രയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നവരും എപ്പോഴും കാണുന്നവരും പ്രത്യേകം പല സങ്കടങ്ങളും, ജയിലിലിട്ടവരും വിഷമിക്കുന്നവരും, രേഖകളില്ലാതെ വിഷമിക്കുന്നവരും, കടമ്പെന്ന് കുടുങ്ങിയവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ തങ്ങളവരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും വേണ്ടി പതിവ് പോലെ ചെയ്യുന്ന ദുആ ഇൻഷാ അല്ലാഹ് ചെയ്യണം. ഞാനിതിനെയും ദുആയിൽ പ്രവേശിച്ച് നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും പതിവ് പോലെ തങ്ങളവരുടെ കൈപിടിച്ച് നിങ്ങളെല്ലാവരുടെയും കയ്യിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നൽകി നമ്മുടെ പതിവ് പോലെയുള്ള എല്ലാം സമംഗളമായി ഇത് അവസാനിപ്പിക്കാൻ, എല്ലാറ്റിലും കൂടിയാടാൻ, എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ആരുടെ പേരിൽ ചെയ്യുന്നുവോ അവരെ പിരിശം വെച്ചവരും ഇഷ്ടം വെച്ചവരുമായി മാറാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുക, കൂടെ കൂടുക. അല്ലാഹു തണുക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.